ജീവിതം യേന സത്വം സ നിത്യസത്യായ വൈഹുതം രക്ഷണായ ധർമ്മസ്യ തസ്മൈ ശ്രീ ഗുരുവേ നമഃ. നിത്യസത്യത്തിനു വേണ്ടി സ്വന്തം ജീവിതങ്ങൾ ആഹൂതി ചെയ്ത മഹാത്മാക്കളെ ധർമ്മരക്ഷണാർത്ഥം നമുക്ക് പിന്തുടരാം എന്നാണ്. ഈ യജ്ഞശാലയ്ക്കുള്ള പ്രധാന പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ കുറേ സന്യാസി വര്യന്മാർ ഈ സദസ്സിലുണ്ടെന്നുള്ളതാണ്. വേറെ എവിടെയും കാണാത്ത ഒരു വിശേഷത ആണിത്. കാവി ധരിക്കാനുള്ള അർഹത എത്രയോ ജന്മജന്മാന്തരങ്ങളായി നേടിയിട്ടുള്ള മഹാത്മാക്കളാണ് അവർ. അവരുടെ സാന്നിധ്യത്തിൽ നമ്മൾ ശ്രവണം മനനം മുതലായത് നടത്തുന്ന സമയത്ത് അതിന് തീർച്ചയായിട്ടും നമുക്ക് ഫലപ്രദമായി അനുഭവപ്പെടുന്നുള്ളതിന് സംശയമില്ല. അതുകൊണ്ട് അവരെ ആദരിക്കാൻ ഈ ഒരു വേദിയിൽ സൗകര്യം നൽകിയതായ ബഹുമാനന്ദ തീർത്ഥപാദർ അവരുടെ പാദപത്മങ്ങളിൽ നമസ്കാരപൂർവ്വം തുടങ്ങുക. നമ്മൾ പല ആളുകളും പലതും പല പ്രഭാഷണങ്ങളും പല വിഷയങ്ങളും കേട്ട് പരിചയിച്ച് അറിഞ്ഞവരാണ്. അതുകൊണ്ട് പുതിയതായിട്ട് യാതൊന്നും തന്നെ പറയാനില്ല. സയൻസ് കുറേശ്ശെ വന്ന് പുരാണങ്ങളിലേക്കും ഈ ഉപനിഷത്തുകളിലൊക്കെ എത്തി നോക്കാൻ തുടങ്ങിയ ഒരു കാലഘട്ടമാണിത്. എനർജി, ഊർജത്തിന് ബോധമുണ്ട് എന്ന ഒരു വെളിപാടാണ് അവർക്ക് കിട്ടിയ അവസാനത്തെ ഒരു. എനർജി ഈസ് കോൺഷ്യസ്നെസ് എന്നാണ്. ബോധാകാരമാണ് ഈ ചൈതന്യം. ലോകം മുഴുവനും ബ്രഹ്മാണ്ടം മുഴുവനും എത്രയെന്ന് പറയാൻ കഴിയാത്ത അത്രയും എല്ലാ സ്ഥലത്തും കാന്തശക്തിയാണ്. എല്ലാ സ്ഥലത്തും മാഗ്നറ്റിക് പവറാണ്. ഈ കാന്തശക്തിയുടെ ചലനം കൊണ്ടാണ് ഇലക്ട്രോ മാഗ്നറ്റിക്കായിട്ട് അതിൻ്റെ പാർട്ടിക്കിൾസ് ആയിട്ടാണ് ഈ പ്രപഞ്ച പ്രതിഭാസത്തിൻ്റെ പിന്നിൽ ഇതിനൊക്കെ അടിസ്ഥാനമായിട്ട് കാണപ്പെടുന്നു എന്നാണ് ശാസ്ത്രം പറയുന്നത്. മാക്സ് പ്ലാങ്ക് എന്ന് പറയുന്ന ക്വാണ്ടം ഫിസിക്സിൻ്റെ പിതാവ് എന്ന് പറയപ്പെടുന്നതായ ആളുടെ ഒരു ലേഖനം വായിച്ചതിൽ നിന്ന് അദ്ദേഹം പറയാണ്, അനന്തകോടി നക്ഷത്രജാലങ്ങളെ, അതായത് ഗാലക്സി ആകാശത്ത് ഇങ്ങനെ കണ്ട സമയത്ത് ഈ ഹബ്ലറിൽ കൂടെ നോക്കുന്ന സമയത്ത് ആദ്യം ഒരു നക്ഷത്രം കണ്ടതിൻ്റെ പിന്നിൽ കോടാനുകോടി നക്ഷത്രങ്ങൾ അതിൻ്റെ പിന്നിൽ വീണ്ടും കിടക്കുന്നു. അപ്പം എത്രയെന്ന് പറയാൻ കഴിയാത്ത, ഏതുവരെയാണിത് ഉള്ളതെന്ന് അറിയാൻ കഴിയാത്ത അങ്ങനെ വിഷമിച്ചിരിക്കുന്നതായ സമയത്ത് അദ്ദേഹം ഞാൻ ആര്, എന്താ ഇപ്പം എൻ്റെ ഉദ്ദേശം, എവിടുന്ന് വന്നു, എങ്ങോട്ട് പോകണമെന്നൊക്കെ പേടിച്ച് ഇങ്ങനെ ഇരുന്ന സമയത്ത്, ആകെ വിഷാദിച്ചിരിക്കുന്ന സമയത്ത് ഉപനിഷത്തിലെ 2 വാക്കുകൾ അദ്ദേഹത്തിന് കിട്ടി. അതോടുകൂടി അദ്ദേഹം സമാധാനമായി എന്നാണ് പറയുന്നത്. 2 വാക്ക്, ഒന്ന് ദൃഷ്ടാവ്, മറ്റൊന്ന് ദൃശ്യം. ദൃഗ്ദൃശ്യം എന്നുള്ളത് തന്നെ. ഒന്ന് സിയർ, മറ്റേ സീൻസ്. അനന്തകോടി ക്രിയേഷൻസ്, ഈ പ്രകൃതിയിലെ അനന്തകോടി പ്രതിഭാസങ്ങളെല്ലാം തന്നെ ദൃശ്യങ്ങളാണ്. ആ ദൃശ്യങ്ങൾ ഉണ്ടാവുന്നു, ഇല്ലാതാവുന്നു, വീണ്ടും ഉണ്ടാവുന്നു, ഇല്ലാതാവുന്നു. പക്ഷേ അതിന് നോക്കിക്കാണുന്ന ദൃഷ്ടാവ് അനന്തമായിട്ടുള്ള ഒരു ബോധമാണെന്ന് അദ്ദേഹത്തിന് ആ ലേഖനത്തിൽ നിന്ന് ബോധ്യമായി എന്നാണ്. അപ്പം അങ്ങനെ അദ്ദേഹം ദൃഷ്ടാവാണ്, ഞാൻ ദൃഷ്ടാവാണെന്നുള്ള ബോധവത ഉണ്ടായി. ആ ദൃഷ്ടാവിന് ഒരിക്കലും നാശമില്ല. ദൃശ്യജാലങ്ങളെല്ലാം തന്നെ ദൃഷ്ടാവിന് നോക്കി രസിക്കാനുള്ള സ്വാതന്ത്ര്യത്തോടു കൂടിയതാണ്. അതുകൊണ്ട് ഈ ദൃശ്യങ്ങൾക്കൊന്നും തന്നെ ദൃഷ്ടാവിനെ ബാധിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ദൃഷ്ടാവ് എപ്പോഴും സ്വതന്ത്രനാണ്, നോക്കിക്കാണാൻ സ്വതന്ത്രനാണ്. അത് അനശ്വരാണ്, എന്നും ഉണ്ടാവും. ഈ പ്രകൃതി ഉണ്ടാവുമ്പോഴും ഇല്ലാതാവുന്ന സമയത്തും പിന്നീട് ഉണ്ടാവുമ്പോഴൊക്കെ ശാശ്വതമായിട്ടുള്ള ആ ബോധസത്ത എന്നും ഉള്ളതാണ്. ആ ബോധം അനന്തമാണ്, അതിൽ സംഭവിക്കുന്നതാണ് ഈ പ്രതിഭാസങ്ങളെല്ലാം തന്നെ എന്ന് അദ്ദേഹത്തിന് ബോധ്യം വന്നതാണ്. അതോടുകൂടി അദ്ദേഹത്തിന് സമാധാനം, ഒരു റിയലൈസ് സോളിൻ്റെ അവസ്ഥ അദ്ദേഹത്തിന് കിട്ടിയെന്ന് പറഞ്ഞ ഒരു ലേഖനം വായിക്കാനുണ്ടായി. അപ്പോൾ ഈ ബ്രഹ്മാണ്ടത്തെക്കുറിച്ച് ആലോചിച്ചാൽ നമുക്ക് ഒരെത്തും പിടിയും കിട്ടില്ല, ഒരെത്തും പിടിയും കിട്ടുന്നില്ല. ആലോചിച്ചവർക്കൊക്കെ തന്നെ അമ്പരപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ ബ്രഹ്മാവ് വിചാരിച്ചു, എന്താ ഇപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരർത്ഥം, മേലോട്ട് നോക്കിയിട്ട് ഒരു അറ്റം കാണുന്നില്ലോ, അതിരില്ലല്ലോ. വിഷമിച്ച സമയത്ത് അദ്ദേഹം എഴുന്നേറ്റ് കൈലാസപതിയുടെ അടുത്ത് ചെന്നു. കൈലാസപതി പറഞ്ഞു, അല്ല പരമ്പര എന്താ സാധാരണയായിട്ട് ഈ സമയത്ത് ആഗമന ഉദ്ദേശം എന്താണെന്ന് ചോദിച്ച സമയത്ത് ഈ വിവരങ്ങളൊക്കെ പറഞ്ഞു. ചുറ്റുപാട് നോക്കിയിട്ട് യാതൊരു സമാധാനമല്ല, ആകെ ഒരു അമ്പരപ്പ് മാത്രം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, മഹാദേവൻ പറഞ്ഞു, ഞാനും കൈലാസിനെ മേലെ നിന്ന് ചുറ്റുപാട് നോക്കി അമ്പരന്നിരിക്കുകയാണ്, എനിക്ക് യാതൊരു സമാധാനമില്ല ആലോചിച്ചിട്ടെന്നുള്ളത്. 2 പേരും കൂടി വിഷ്ണുവിൻ്റെ അടുത്ത് നിന്ന് വിഷ്ണു പറഞ്ഞു, ഞാനും ഇത് തന്നെ, എൻ്റെയും പ്രശ്നം ഇത് തന്നെ. ഇത് ദൈവഭാഗവത്തിലുള്ള ഒരു ഭാഗമാണ്. ആ പാമ്പിൻ്റെ പുറത്തിങ്ങനെ ചുറ്റുപാട് നോക്കി അമ്പരന്ന് കിടക്കുകയാണ്, ഇതിൻ്റെ അറ്റം എവിടെയെന്ന് അറിയാതെ. ഏതായാലും എല്ലാവരും കാരണക്കാരി ആദിപരാശക്തി എന്നാണല്ലോ. ആദി എന്ന് പറഞ്ഞാൽ എന്ന് തുടങ്ങിയെന്ന് അറിയില്ല,
പരാ എന്ന് പറഞ്ഞാൽ ബുദ്ധിക്ക് അതീതമായിട്ടുള്ള ശക്തി. അങ്ങനെയുള്ള ഒരു ശക്തി എന്ന് ഇതിനെക്കുറിച്ച് പറയാൻ കഴിയുള്ളൂ. അപ്പം അതിനെ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച സമയത്ത് ഒരു വെള്ളിത്തേര് പ്രത്യക്ഷപ്പെട്ടു. അതിൽ കയറിക്കൊള്ളാൻ പറഞ്ഞിട്ടൊരു ഉപദേശം. ഉടനെ 3 പേരും ആ വെള്ളിത്തേരിൻ്റെ ഉള്ളിലേക്ക് ചാടിക്കയറി. വെള്ളിത്തേര് അങ്ങ് പോയി. ഭയങ്കര സ്പീഡിൽ പോയിക്കൊണ്ടിരുന്നു. പോയി സ്പീഡ് കൂടി കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് ബ്രഹ്മാണ്ടം തീർന്ന് വേറൊരു ബ്രഹ്മാണ്ടത്തിലേക്ക് പ്രവേശിച്ചു. അവിടെ ഇതേമാതിരി തന്നെ ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരും ഇതിൻ്റെയൊക്കെ ഇതേമാതിരി തന്നെ നവയോഗികൾ, സപ്തർഷികൾ എല്ലാവരും ഉണ്ട്. അതും കുറച്ച് കഴിഞ്ഞപ്പോൾ അതും കഴിഞ്ഞ് വേറൊരു ബ്രഹ്മാണ്ടത്തിലേക്ക് കടന്നു. അങ്ങനെ കോടാനുകോടി ബ്രഹ്മാണ്ടങ്ങൾ കടന്നുപോയി എന്നാണ്. പെരുന്താമരപ്പൂവിൻ്റെ ദളങ്ങളെ പോലെ അറ്റമില്ലാത്ത ബ്രഹ്മാണ്ടങ്ങളിൽ കൂടെ കടന്നുപോയി. ആ സമയത്ത് അവർ അമ്പരന്ന് 3 ആളും ബോധം കെട്ടുമെന്നാണ്. ആ സമയത്ത് ദേവി പ്രത്യക്ഷപ്പെട്ട സമയത്ത് തേര് പുറപ്പെട്ട സ്ഥലത്ത് തന്നെയാണ് പറഞ്ഞു. ഇപ്പം മനസ്സിലായില്ലേ നിങ്ങൾക്ക്? എൻ്റെ വിഭൂതികളെക്കുറിച്ച്, അതായത് നിങ്ങൾക്കൊരിക്കലും സങ്കല്പിക്കാൻ കഴിയാത്തതാണ് എൻ്റെ വിഭൂതികളൊക്കെ. അതിനെക്കുറിച്ച് നിങ്ങളെ പരിമിതമായുള്ള ബുദ്ധി കൊണ്ട് ആലോചിക്കാൻ പുറപ്പെട്ടാൽ നിങ്ങൾക്ക് ജീവിച്ചിരിക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് ജീവനുണ്ടാവില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ധർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ കഴിയില്ല. നിങ്ങളുടെ മനസ്സ് മുഴുവൻ വികലായി പോകും. അതുകൊണ്ട് അപരിമിതമാണ് എൻ്റെ വൈഭവങ്ങൾ. നിങ്ങളുടെ ബുദ്ധി പരിമിതമാണ്. പരിമിതമായ ബുദ്ധി കൊണ്ട് അപരിമിതമായ എൻ്റെ വൈഭവങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ മെനക്കെടരുത്. ഞാൻ ബ്രഹ്മാവിനോട് പറഞ്ഞു, നിനക്ക് ഞാൻ സൃഷ്ടിക്കാനുള്ളതായ എൻ്റെ അംശം ഉള്ള സരസ്വതിയെ തന്നില്ലേ, ആ അറിവ് ഉപയോഗിച്ച് നീ സൃഷ്ടി നടത്തിക്കൊണ്ടിരുന്നാൽ മതി. സ്ഥിതികാരകനോട് പറഞ്ഞു അതേമാതിരി തന്നെ. അതുപോലെ ശിവനോടും പറഞ്ഞു. പരാശക്തിയുടെ അംശാവതാരങ്ങളെ കൊടുത്ത് അവർക്ക് സൃഷ്ടി സംഹാര ക്രിയകൾ ചെയ്യാനുള്ള നിർദ്ദേശം കൊടുത്തില്ലേ ഞാൻ, അത് ചെയ്തുകൊണ്ടിരുന്നാൽ മതി. അതിൻ്റെ അപ്പുറം ചിന്തിച്ചാൽ നിങ്ങൾക്ക് ജീവിച്ചിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതോടുകൂടി അവർക്ക് ബോധ്യമായി. അവർ പിന്നെ മേലോട്ട് നോക്കിയില്ല എന്നാണ്. പിന്നെ അവരവരുടെ കർമ്മങ്ങൾ ചെയ്തുകൊണ്ട്. അപ്പോൾ ഈ സ്വധർമ്മത്തെക്കുറിച്ച് പറയുന്ന സ്ഥലത്താണ് സ്വധർമ്മ നിധനം ശ്രേയത് പരധർമ്മോ ഭയാവഹ എന്നാണ്. അതായത് അവനവനൊരു സ്വധർമ്മമുണ്ട്. ആ സ്വധർമ്മത്തിൽ അതിൻ്റെ നിയമപ്രകാരം ജീവിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് സമാധാനമാണ്. അത് വിട്ട് കഴിഞ്ഞാൽ പിന്നെ യാതൊരു സമാധാനം ഉണ്ടാവില്ല. ഇപ്പോൾ വെറുതെ നമ്മൾ ഒരു ജോലിയില്ലാതെ നടന്നു നോക്കുക, കുറേ കഴിയുമ്പോൾ നമുക്ക് ഭ്രാന്ത് പിടിക്കും. അല്ലെങ്കിൽ നമ്മൾ കള്ളോ കഞ്ചാവോ ഈ വഴിക്കൊക്കെ പോയിട്ട് സ്വയം നശിക്കാനുള്ളതായ പ്രവണത വരും. അതുകൊണ്ട് എപ്പോഴും നമ്മൾ നമ്മുടെ സ്വധർമ്മത്തിൽ അടങ്ങിയിരിക്കണം എന്നാണ്. സ്വധർമ്മം എല്ലാവർക്കും ഒരു സ്വധർമ്മം ഉണ്ടാവും. എന്താ സ്വധർമ്മം എന്നുള്ളത് കാലം അതാത് സമയത്ത് വെളിപ്പെടുത്തി കൊടുക്കും. കാലം മുമ്പിൽ ഇങ്ങനെ നമ്മുടെ പ്രാരബ്ധം നമ്മുടെ സ്വധർമ്മം എന്താണെന്നുള്ളത് വെളിപ്പെടുത്തി തരും. അതിനനുസരിച്ച് അങ്ങനെ പോയാൽ മതി. അതിന് അപ്പുറം പോകുമ്പോഴാണ് പരധർമ്മം ആവുക. പരധർമ്മം ഭയാവഹം എന്നാണ്. ഫ്രൈറ്റനിങ് റിസൾട്ട്സ് വിൽ ഫോളോ എന്നാണ്. ഭയാനകമായിട്ടുള്ള അവസ്ഥയിലാണ് പിന്നെ എത്തിപ്പെടുക എന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മളെ രക്ഷിതാവ് ആരാണ്? വിവേകാനന്ദ സ്വാമിജി മടക്കയാത്രയിൽ കൊളംബോയിൽ വെച്ച് കൊടുത്ത സ്വീകരണത്തിന് മറുപടി പറയുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് എവിടുന്നാണ് വരുന്നത് എങ്ങോട്ടാണ് പോകണം അറിഞ്ഞുകൂടാ. ബ്രഹ്മാണ്ഡ പ്രതിഭാസങ്ങളും കാര്യങ്ങളും നമുക്ക് അറിഞ്ഞുകൂടാ. അറിയുന്ന ആൾ ദൈവം മാത്രമാണ്. ആ ദൈവം സൃഷ്ടികർത്താവ് മാത്രമാണ്. സൃഷ്ടികർത്താവ് കാലസ്വരൂപി കർമ്മസ്വരൂപിയായിട്ട് ഓരോ ജീവന്മാരെയും നയിച്ചു കൊണ്ടുപോവാണ്. അപ്പോൾ നമുക്ക് പ്രത്യക്ഷ ദൈവം നമ്മുടെ ധർമ്മമാണ്, സ്വധർമ്മമാണ് നമ്മൾ. അപ്പോൾ ആ സ്വധർമ്മത്തെ നമ്മൾ പ്രത്യക്ഷ ദൈവമായി കണ്ടുകൊണ്ട് ആ സ്വധർമ്മം അനുഷ്ഠിക്കുന്നത് ദൈവാരാധനയായിട്ട്. പിന്നെ അതിൻ്റെ ഫലം എന്താണെന്നുള്ളത് നമ്മൾ നോക്കണ്ട. കർമ്മണി ഏവ അധികാരസ്ഥയെ മാ ഫലേഷു കഥാചനാണ്. അത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഭഗവാൻ നമ്മളെ ആ കർമ്മത്തിലൂടെ നയിച്ചങ്ങനെ കൊണ്ടുപോകും. നമ്മുടെ ജീവിതം നോക്കുകയാണെന്ന് വെച്ചാൽ ചെറുപ്പം മുതൽ ഓരോ കർമ്മങ്ങളാണ് നമ്മളെ ഓരോ സ്ഥലത്തൂടെ കൊണ്ടുപോയി അവസാനം ഇവിടെ എത്തിച്ചതും ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോകുന്നൊക്കെ തന്നെ. അപ്പോൾ ആ സ്വധർമ്മത്തിൽ അടങ്ങി ഒതുങ്ങിയിരുന്നാലേ നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ സമാധാനം ഉണ്ടാവില്ല എന്ന് പറയും. ഇപ്പം ഞാൻ MBBS കഴിഞ്ഞ ഉടനെ സൈക്കാട്രി നഴ്സിംഗ് ഹോമിൽ 6 മാസമായിട്ട് വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ അവിടെ അവരുടെ കാര്യങ്ങളൊക്കെ സ്റ്റഡി ചെയ്യുമ്പോൾ ഭ്രാന്തിൻ്റെ തുടക്കം എവിടെ നിന്ന് നോക്കുമ്പോൾ സ്വധർമ്മം വിട്ടിട്ടാണ്. അതായത് എന്തെങ്കിലും ഒരു ഒക്യുപ്പേഷണൽ തെറാപ്പി എന്നാ പറയാം. എന്തെങ്കിലും ഒരു ജോലിയിൽ എന്തെങ്കിലും ഒന്നിൽ മനസ്സിനെ എപ്പോഴും ചെലുത്തിക്കൊണ്ടിരുന്നില്ലെങ്കിൽ മനസ്സിൻ്റെ ഉള്ളിൽ കിടക്കുന്ന നമ്മുടെ ഉള്ളിൽ എല്ലാവരുടെ ഉള്ളിലോ ഡയബറ്റീസ് ഉണ്ട്, ഹൈപ്പർ ടെൻഷൻ ഉണ്ട്, ഭ്രാന്ത് ഉണ്ട്, ക്യാൻസർ ഉണ്ട്, എല്ലാ രോഗങ്ങളും നമ്മളെ സെല്ലുകളിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. എപ്പോഴാണോ നമ്മളെ മനസ്സ് വിവലാതിപ്പെടുന്നു ആ സമയത്ത് ഗ്രന്ഥികളുടെ പ്രവർത്തനമൊക്കെ അസാധാരണമായി തീർന്ന് അവസാനം മാനസിക സമനില തെറ്റിയിട്ട് നമ്മൾ ഒന്നുകിൽ ക്യാൻസർ രോഗിയോ അല്ലെങ്കിൽ ഭ്രാന്തനോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് പോകുന്ന പറയാം. ഇനി കൊട്ടത്തേങ്ങ പോലെ ഇതിൽ നിന്ന് വിട്ടു നിൽക്കുന്നതായിട്ടുള്ള മഹാത്മാക്കളുണ്ട്. അപ്പോൾ ശരീരത്തിനും മനസ്സിനും മാത്രമേ ഉള്ളൂ പ്രാരബ്ധം അനുഭവിക്കേണ്ടൂ, ആത്മാവിന് അനുഭവിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് മഹാത്മാക്കളായിട്ടുള്ള ആൾക്കാർക്ക് ഇതൊന്നും ഒരു പ്രശ്നമായിരുന്നില്ല. രമണ മഹർഷിക്ക് കയ്യിൽ സാർക്കോമ വന്ന സമയത്ത് അദ്ദേഹത്തെ ബാധിച്ചില്ല. രാമകൃഷ്ണദേവന് കണ്ഠത്തിൽ ക്യാൻസർ വന്നു, അത് അദ്ദേഹത്തെ ബാധിച്ചിരുന്നില്ല. അദ്ദേഹപ്പോഴേക്ക് ദേഹാതീതനാണ്, ആത്മസ്വരൂപിയാണെന്നുള്ള ബോധോദയത്തിലെത്തി ഉണർന്നു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ മഹോദരം വന്നു തപോവന സ്വാമിക്ക്, അതും അദ്ദേഹത്തെ ബാധിച്ചിരുന്നില്ല.
ചിന്മയാനന്ദ സ്വാമിജി ചോദിച്ച സമയത്ത് അതിന് മറുപടി പറഞ്ഞപ്പോൾ അതായിരുന്നു, ഡൽഹിയിൽ കൊണ്ടുപോട്ടെ ചികിത്സിക്കാമെന്ന് പറഞ്ഞു. ഡൽഹിയിൽ ആരും മരിക്കാറില്ല എന്ന് വെച്ചു. അപ്പോൾ ഈ ശരീരത്തിൻ്റെ പ്രാരബ്ധം അത് അനുഭവിച്ചോട്ടെ എന്ന് വയ്ക്കും, നമുക്ക് പ്രശ്നമില്ല. അപ്പോൾ ഇതാണ് ആത്യന്തികമായിട്ട് പറയാൻ വെച്ചാൽ ശരീരം മനസ്സും അല്ല, ആത്മാവാണ് എന്ന് നമുക്ക് പരോക്ഷമായിട്ട് അറിയാം. പക്ഷെ അത് പ്രത്യക്ഷത്തിൽ എങ്ങനെ അറിയാം? അതിന് കേട്ടാൽ പോരാ, ഗുരുക്കന്മാരെ ആശ്രയിക്കണം എന്നാണ്. ഗുരുക്കന്മാരെ ആശ്രയിച്ചു കഴിഞ്ഞാൽ അവരെ ശബ്ദത്തിലൂടെ ആ ശ്രവണത്തിലൂടെ നമ്മൾ അന്തരാത്മാവ് ഉണർന്ന് ഈ അവസ്ഥയിൽ നിന്ന് മറ്റേ അവസ്ഥയിലേക്ക്, വലിയ അവസ്ഥയിലേക്ക് ഉണരും എന്നൊക്കെ പറയണം. അപ്പം അതിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ് ഭാഗവതത്തിൽ വളരെ മനോഹരമായിട്ട് 12,000 ശ്ലോകത്തിൽ എത്ര ഗംഭീരമായിട്ടാണ് പറഞ്ഞിരിക്കുന്നു. അതിലേതെങ്കിലും ഒരു ഭാഗമെടുത്ത് മാത്രം മനനം ചെയ്താൽ തന്നെ മോക്ഷപ്രാപ്തി എന്ന് പറഞ്ഞാൽ ആത്മാവാണ് ഞാൻ എന്നുള്ള ബോധത്തിൽ എത്തുന്നതാണ്. അപ്പോൾ 7 ദിവസം കൊണ്ട് ശ്രവണം മാത്രയിൽ പരീക്ഷത്തിന് മോക്ഷപ്രാപ്തി വന്നതായിട്ടുള്ള അത്ഭുതകരമായിട്ടുള്ളൊരു ജ്ഞാനശാസ്ത്രം, മോക്ഷശാസ്ത്രം, കർമ്മശാസ്ത്രമോ ഭക്തിശാസ്ത്രം, എന്ത് ശാസ്ത്രമാണ്, സർവശാസ്ത്ര സാരാണ്, സർവശാസ്ത്ര സ്വരൂപമാണ് ഭാഗവതം എന്ന് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ അതിൽ പറഞ്ഞു കൊടുക്കുന്ന ആരാണ്? ശ്രവണം ആരിൽ നിന്നുണ്ടായത്? ശുഗമഹർഷിയിൽ നിന്നാണ്. അപ്പോൾ ശുഗമഹർഷി എന്ന് പറഞ്ഞാൽ അതുപോലെയുള്ള ഒരാളിൽ നിന്ന് ശ്രവണം ഉണ്ടാവുക. ശുഗമഹർഷി ആരായിരുന്നു? വേദവ്യാസ മഹർഷി ഒരു മരത്തിൻ്റെ ചോട്ടിലിരുന്ന് തപസ് ചെയ്യുകയാണ്, ധ്യാനിക്കുകയാണ്. ആ സമയത്ത് പക്ഷികൾ നിറയെ ആ മരത്തിൽ നിറയുണ്ട്. അപ്പോൾ പക്ഷികളിങ്ങനെ പലതരത്തിലുള്ള ശബ്ദങ്ങളുണ്ടാക്കി തമ്മിൽ സ്നേഹം പ്രകടനങ്ങൾ നടത്തുക, തള്ളപ്പക്ഷി കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുക്കുക. ഇതൊക്കെ കണ്ട സമയത്ത് അതിങ്ങനെ നോക്കിയിട്ട് വിചാരിക്കുകയാണ്, ഞാൻ സമാധി മണ്ഡലങ്ങളൊക്കെ കടന്നുപോയി, സമാധിയുടെ നിർവികൽപ്പ സമാധിയൊക്കെ എന്താണെന്ന് എനിക്കറിയാം. പക്ഷേ ഇവരുടെ ഈ ഭാവം എന്തായിരിക്കും? ഈ തള്ള കുഞ്ഞിന് ആഹാരം കൊടുക്കുന്ന സമയത്ത് 2 പക്ഷികൾ തമ്മിൽ സ്പർശിച്ചിങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവരുടെ ആ നിർവൃതി എന്തായിരിക്കും എന്ന് ഞാൻ അറിഞ്ഞല്ലോ എന്ന് വിചാരിച്ച സമയത്താണ് ഘൃതാജി എന്ന് പറഞ്ഞ ദേവസ്ത്രീ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത്. ദേവസ്ത്രീയെ കണ്ട സമയത്ത് അദ്ദേഹത്തിന് പെട്ടെന്ന് ഒരു ഹൃദയം മെല്ലെ ആർദ്രമായി തീർന്നു. അപ്പം തന്നെ അദ്ദേഹത്തിന് ഓർമ്മ വന്നു, പണ്ട് പുരൂരവസും ഉർവശിയും തമ്മിലിങ്ങനെ ആകർഷിതരായ സമയത്ത് അതിൻ്റെ ശേഷം വന്നതായിട്ടുള്ള അപകടങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്, ആ മാന്യത മുഴുവൻ നഷ്ടപ്പെടുത്തി കളയേണ്ട ഒരു ഘട്ടം വന്നു. പെട്ടെന്ന് അദ്ദേഹം മനസ്സൊക്കെ ഗൗരവാക്കിയ സമയത്ത് ഘൃതാജിക്ക് പേടിയായി. ശപിച്ചെങ്കിലും ഒന്ന് പേടിച്ചിട്ട് പഞ്ചവർണ്ണക്കിളിയായിട്ട് അവിടുന്ന് പാറിപ്പറന്നങ്ങ് പോയി. ആ പഞ്ചവർണ്ണക്കിളിയുടെ ആ ശബ്ദവും ആ ചാഞ്ചാട്ടവും എല്ലാം കൂടി കണ്ട സമയത്ത് അദ്ദേഹത്തിന് ഒരു ചെറിയ ഇളക്കം വന്നു. ആ ഇളക്കൽ നിന്ന് സ്കലനം ഉണ്ടായി. അതിൽ നിന്നാണ് ശുഗൻ എന്ന് പറഞ്ഞ കുട്ടി ഉണ്ടായിരുന്നത്. ശുഗത്തെ കണ്ട സമയത്ത്, ശുഗം എന്നാണ് ആ പക്ഷിക്ക് പേര്, ആ പക്ഷിയായി പറഞ്ഞ സമയത്ത്, ശുഗായി പറഞ്ഞ സമയത്ത് ഉണ്ടായ കുട്ടിയായതുകൊണ്ട് ശുഗൻ എന്ന് പേരിട്ടു. ആ കുട്ടിയെ വളർത്തിക്കൊണ്ടുവരികയാണ്. അപ്പോൾ ധർമ്മശാസ്ത്രം, അർത്ഥശാസ്ത്രം, കാമശാസ്ത്രം, മോക്ഷശാസ്ത്രം 4 ശാസ്ത്രങ്ങളാണല്ലോ പഠിപ്പിക്കേണ്ടത്. അതിൽ ധർമ്മശാസ്ത്രം ആദ്യം കുട്ടിക്ക് പഠനം ഉണ്ടായി. ധർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ്? നിലനിൽപ്പ് എന്നർത്ഥം. ധർമ്മം, ധരീതി, നിലനിൽപ്പ്. നമ്മുടെ നിലനിൽപ്പ്, ശരീരം നിലനിൽക്കാൻ എന്തൊക്കെ വേണം, മാനസിക നിലനിൽക്കാൻ എന്തൊക്കെ വേണം, ബുദ്ധിയുടെ സമനില തെറ്റാതിരിക്കാൻ എന്തൊക്കെ വേണം, അതാണ് ധർമ്മം എന്ന് പറയുന്നത്. ശരീരത്തിലും മനസ്സിലും ബുദ്ധിയിലുള്ളതായ ധർമ്മങ്ങൾ അതാണ് നിലനിൽപ്പ്. അപ്പോൾ നമ്മുടെ നിലനിൽപ്പിന് സഹായകരമായ ചിന്തകളും വാക്കും പ്രവൃത്തി 3 ആയിരിക്കണം. നമ്മുടെ ശരീരത്തിൻ്റെ നിലനിൽപ്പിന് ഹാനികരമായിട്ടുള്ള ചിന്തകളോ വാക്കോ പ്രവൃത്തിയോ ഉണ്ടാവാൻ പാടില്ല എന്നാണ്. അതുപോലെ മാനസിക നില തെറ്റാതിരിക്കാൻ മനസ്സിൻ്റെ നിലനിൽപ്പിന് സഹായകരമായ ചിന്തയും വാക്കും പ്രവൃത്തിയും പാടുള്ളൂ എന്നാണ്. അതിൻ്റെ നിലനിൽപ്പിന് ഹാനികരമായ ചിന്തയും വാക്കും പ്രവൃത്തിയും പാടില്ല എന്ന് പറയുന്നത്. അതുപോലെ ബുദ്ധിയുടെ സമനില തെറ്റാതിരിക്കാൻ എങ്ങനെയുള്ള ചിന്തകളും വാക്കും പ്രവൃത്തിയാണോ വേണ്ടത് അതേ പാടുള്ളൂ എന്നാണ്. അതിനെതിരായിട്ടുള്ള വാക്കും പ്രവൃത്തിയും ചിന്തകളും പാടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതാണ് ധർമ്മം എന്ന് പറയുന്നത്. ആ ധർമ്മം 4 തരത്തിലാണ്. അപ്പോൾ നമുക്ക് ഒന്ന്, എൻ്റെ നിലനിൽപ്പിന് സഹായകരമായ വാക്കും ചിന്തകളും പ്രവൃത്തി ചെയ്താന്നുള്ളത്, അതാണ്. രണ്ടാമത്തെ എന്താണ്? എന്നെ ആശ്രയിക്കുന്നവരുടെ നിലനിൽപ്പിന് സഹായകരമായ ചിന്തയും വാക്കും പ്രവൃത്തി. എൻ്റെ സഹായികളെ, എൻ്റെ അനുയായികളെ, എന്നെ ആശ്രയിക്കുന്നവരെ നിലനിൽപ്പിന്, ഭാര്യയും മക്കളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഒരാൾ ഒരു സാക്ഷി ചെയ്യാൻ വേണ്ടി, സാക്ഷി ഒപ്പിടാൻ വേണ്ടി കോടതിയിൽ പോയി. സാക്ഷി ഒപ്പിട്ട് കഴിഞ്ഞു. ആർക്കെതിരെയായിരുന്നു ആ ഒപ്പിട്ടത്? അയാൾ വിളിച്ചു പറഞ്ഞു, നിങ്ങളുടെ മോള് എൻ്റെ വീട്ടിൻ്റെ പടിക്കൽ കൂടെ പോവുക, ചിലപ്പോൾ നായനെ കെട്ടിയിട്ടുണ്ടായിരുന്നു വരില്ല, അതുകൊണ്ട് ഞാൻ ഉത്തരവാദിയല്ല, മോളെ മര്യാദയ്ക്ക് നോക്കിക്കൊള്ളണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഒരു ഒപ്പിട്ടത് മകളുടെ ആപത്തിന് കാരണമാവുകയാണ്. അതായത് നായ വന്ന് കടിക്കും, മോളെ കടിക്കുമല്ലോ എന്നുള്ള പേടി. അപ്പോൾ ഈ ഒപ്പിടുന്ന സമയത്ത് നമ്മൾ ആലോചിക്കേണ്ടിയിരുന്നു, ഈ ഒപ്പിട്ടാൽ എനിക്ക് വല്ല കുഴപ്പമുണ്ടാവുമോ, എന്നെ ആശ്രയിക്കുന്നവർക്ക് വല്ല കുഴപ്പമുണ്ടാവുമോ എന്ന് ആലോചിക്കേണ്ടതായിരുന്നു. അപ്പം ആലോചിക്കാതെ നമ്മളൊരു വാക്ക് പറഞ്ഞു, അല്ലെങ്കിൽ ഒരു ചിന്തിച്ചു, ഒരു പ്രവൃത്തി ചെയ്ത് കഴിഞ്ഞാൽ അത് എവിടെയൊക്കെ തട്ടിയിട്ട് എന്താ ലാഭത്താണ് എനിക്ക് വരിക, അല്ലെങ്കിൽ എന്നെ ആശ്രയിക്കുന്നവർക്ക് എന്താ വരിക എന്നാണ്. അപ്പോൾ
സൗദിയിൽ നിന്ന് വന്ന ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, സാറേ അവിടെ ഒരു കാസറ്റ് ഉണ്ട്, ആ കാസറ്റ് ആരെ കയ്യിലുണ്ടോ ആ ആളെ ഫോർത്ത് വിത്ത് അപ്പം തന്നെ പിടിച്ച് അറസ്റ്റ് ചെയ്യണമെന്ന് സൗദി ഗവൺമെൻറ് ഓർഡർ ഇട്ടു. അങ്ങനെ പോലീസ് റെയ്ഡ് തുടങ്ങി. അപ്പോൾ ഇദ്ദേഹത്തിന് അറിയാവുന്ന ഒരു ഫാമിലി ഉണ്ട്, ഒരുപാട് കാസറ്റ് ഉണ്ട്, സ്വാമിയുടെ കാസറ്റാണ്. അപ്പോൾ ഇയാൾ ബൈക്ക് എടുത്ത് ഭയങ്കര സ്പീഡിൽ ഓടി അവിടെ ചെന്ന് ആ കാസറ്റ് മുഴുവൻ എടുത്ത് ചുട്ട് കരിച്ച് അവിടെയൊക്കെ സായിമാരെയും മദാന്മാരെയൊക്കെ കാസറ്റുകൾ നിറച്ച് വെച്ചു. 2 മണിയാകുമ്പോൾ പോലീസ് അവിടെയും വന്നു. അവിടെ ഒന്ന് സാമ്പിൾ ഇതും കൊണ്ട് വന്നു, തിരഞ്ഞു നോക്കുമ്പോൾ ഒന്നും കണ്ടില്ല. അല്ലായിരുന്നെങ്കിൽ അവർ മുഴുവനും ജയിലിലാവുമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിൽ സൗദി ഗവൺമെൻറ്റിന് വളരെയധികം, അതായത് ഖുറാനെ കുറിച്ച് എന്തോ പറഞ്ഞിട്ടാണെന്ന് തോന്നുന്നു, ആ ഒരു വാക്ക് അവിടെ പോയി കുടിയേറി പാർത്തിട്ടുള്ളതായ ഒരു ഫാമിലിക്ക് ജയിലിൽ കിടക്കേണ്ട ഒരു ഗതികേട് ഉണ്ടാക്കി തീർക്കും എന്നിപ്പോൾ ഈ സ്വാമി സംസാരിച്ച സമയത്ത് ആലോചിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മളൊരു വാക്ക് പറയുന്ന സമയത്ത് ആ വാക്ക് എവിടൊക്കെ തട്ടി നമ്മളെ ആരാധകരോ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരോ ബന്ധുക്കളോ ആർക്കെങ്കിലും ഒരു ദോഷം ഉണ്ടാവുമെന്ന് വെച്ചാൽ അങ്ങനത്തെ വാക്കും പറയാൻ പാടില്ല എന്നാണ്. വാക്കും ചിന്തയും പ്രവൃത്തികളും എനിക്ക് കുഴപ്പമുണ്ടാക്കരുത്, എൻ്റെ നിലനിൽപ്പിന് ഹാനികരാവരുത്, അതുപോലെ എന്നെ ആശ്രയിക്കുന്നവർക്കും കുഴപ്പമുണ്ടാവാത്ത തരത്തിലായിരിക്കണം എന്നാണ്. ഇപ്പോൾ ഒരാൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ കുടുംബക്കാർക്ക് മുഴുവനും അതിൻ്റെ ആപത്ത് വന്നു എന്ന് വരാം. മൂന്നാമത്തെ എന്താണ്? അന്തരീക്ഷം. എല്ലാവർക്കും നിലനിൽപ്പിൻ്റെതായിട്ടുള്ള അന്തരീക്ഷം അത്. ഈ അന്തരീക്ഷത്തിൽ ഓക്സിജൻ, കാർബൺ ഡയോക്സൈഡ്, നൈട്രജൻ, പിന്നെ റെയർ ഗ്യാസസ്, ആർഗൺ, നിയോൺ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ ഗ്യാസ് ഉണ്ട്. അതൊക്കെ വേണ്ട തോതിൽ കൂട്ടി അടുക്കി വെച്ചിരിക്കുകയാണ് അന്തരീക്ഷത്തിൽ, സൃഷ്ടിയിൽ. അതിൻ്റെ തോത് വ്യത്യാസപ്പെട്ടാൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ഓക്സിജൻ ഇത്ര വേണം, 20% ഓക്സിജൻ കുറഞ്ഞാൽ നമുക്ക് ശ്വാസം മുട്ടും. അതിൽ കൂടിയാലും കുഴപ്പമാണ്. അതുപോലെ നൈട്രജൻ കൂടിയുണ്ടെങ്കിൽ കുഴപ്പമാണ്, കുറഞ്ഞുണ്ടെങ്കിൽ കുഴപ്പമാണ്. ഹൈഡ്രജൻ, അതൊക്കെ വേണ്ട തോതിലാണ് പ്രകൃതി സൃഷ്ടിച്ചിട്ടുള്ളത്. അതിന് നിലനിർത്തത്തക്ക വിധത്തിലാണ് സസ്യലതാദികളും മറ്റുമൊക്കെ ശ്വാസം കഴിക്കുന്നതും അവർ ഓക്സിജനെ പുറന്തള്ളുന്നതും കാർബൺ ഡയോക്സൈഡിനെ പുറന്തള്ളുന്നതും രാവും പകലും വ്യത്യാസപ്പെടുത്തിയിട്ടൊക്കെ ചെയ്യുന്നതിൻ്റെ തോത് നിലനിർത്താനാണ്. അത് പ്രകൃതിയുടെ നമ്മുടെ ബുദ്ധിക്ക് അതീതമായിട്ടുള്ള സർഗാത്മക പ്രതിഭയിൽ ഇതൊക്കെ ഇങ്ങനെ നടക്കുന്നു. അതൊക്കെ അറിയാതെ നമ്മളെന്ത് ചെയ്യണു? പുകകൾ കോടിക്കണക്കിൽ, ആയിരക്കണക്കിലല്ല, ലക്ഷക്കണക്കിലല്ല, കോടിക്കണക്കിൽ ഫാക്ടറികൾ ഉണ്ടെന്നാണ് പറയുന്നത്. അതിൽ നിന്നൊക്കെ രാവും പകലും പുക ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഈ കെമിക്കൽസ് ഉണ്ടാക്കി ഭൂമിയിൽ നമ്മൾ വളമായിട്ട് ഉപയോഗിക്കുന്നതായിട്ടുള്ള കെമിക്കൽസ് മുഴുവനും ഭൂമിയിലുള്ളതായ പിന്നെ ബാക്ടീരിയ, വൈറസ്, ഫംഗസ് മുതലായതിനൊക്കെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ എന്തെങ്കിലും ഒരു സാധനം ഭൂമിയിലിട്ട് കഴിഞ്ഞാൽ അത് വളമാക്കി മാറ്റുന്നത്, അത് ഭൂമിയുടെ ഒരു ഫലപുഷ്ടമായിട്ടുള്ള ആക്കി മാറ്റുന്നത് വൈറസും ബാക്ടീരിയയും ഫംഗസുമാണ്. ഈ മൂന്നിനെയും നശിപ്പിക്കുന്നതാണ് നമ്മളിടുന്നതായ വളം അല്ലെങ്കിൽ തളിക്കുന്നതായിട്ടുള്ള മരുന്നുകളൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഭൂമിയുടെ തോത് വ്യത്യാസപ്പെടുത്താണ്. ഫാക്ടറിയിൽ നിന്ന് പോകുന്നതായിട്ടുള്ള ഗ്യാസൊക്കെ അന്തരീക്ഷത്തിൽ നശിപ്പിക്കുകയാണ്. അപ്പോൾ ഇതാണ് അന്തരീക്ഷ മലിനീകരണം വന്നു കഴിഞ്ഞാൽ ഒരു കാലം കഴിയുമ്പോൾ ഇവിടെ ജീവിതം സുഖമില്ലാതായി മാറും. അപ്പോൾ ഹൈഡ്രജൻ മാത്രം നിറച്ചിട്ടുള്ള ഒരു റൂമിലേക്ക് നമ്മളാണ് പ്രവേശിച്ചു കഴിഞ്ഞാൽ ശ്വാസം കിട്ടില്ല, നമുക്ക് ശ്വാസം വലിക്കാനേ പറ്റില്ല. കാരണം എന്താ? ഓക്സിജൻ ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ അതുപോലെ അന്തരീക്ഷത്തെ, എല്ലാവർക്കും നിലനിൽപ്പിൻ്റെതായിട്ടുള്ള അന്തരീക്ഷത്തെ നമ്മൾ അലങ്കോലപ്പെടുത്തരുത്. അതാണ് മൂന്നാമത്തെ. ഒന്ന് എൻ്റെ, മറ്റൊന്ന് എന്നെ ആശ്രയികളുടെ, മൂന്നാമത് എല്ലാവർക്കും ആശ്രയസ്ഥാനമായിട്ടുള്ള അന്തരീക്ഷത്തെ. ഈ മൂന്നിൻ്റെയും നിലനിൽപ്പിന് സഹായകരായ വിധത്തിലേ പാടുള്ളൂ എന്നാണ്. നാലാമത്തെ, ഈ സർവവും ഏതൊന്നിൽ നിന്നുണ്ടായി, ഏതൊന്നിൽ നിലനിൽക്കുന്നു, ഏതൊന്നിൽ വിലയം പ്രാപിക്കുന്നു. അതെന്താണ്? ബ്രഹ്മം. ആ ബ്രഹ്മവും ഞാനും തമ്മിലുള്ള ബന്ധം എന്താണ്? അത് അറിയലാണ്. എല്ലാറ്റിനെയും നിലനിർത്തുന്നതായുള്ള ബ്രഹ്മത്തെ, ബ്രഹ്മവും ഞാനും തമ്മിലുള്ള ബന്ധമാണ്. അഹം ബ്രഹ്മാസ്മി എന്നുള്ള അവസാനത്തതാണ്. വേദത്തിൽ ആദ്യം തന്നെ ആത്മാന വിധി എന്ന് പറയും, തന്നെത്താൻ അറിയാമെന്നാണ് പറയുന്നത്. തന്നെത്താൻ അറിയാമെന്ന് പറഞ്ഞാൽ എൻ്റെ ജന്മവാസനകൾ എന്താണെന്നുള്ളത് അറിയാം. രണ്ടാമത് എൻ്റെ ഉത്തരവാദിത്തങ്ങൾ എന്താണെന്നുള്ളത് അറിയാം. മൂന്നാമത്തെ ഞാൻ ബ്രഹ്മാണെന്ന് അറിയാം. ഈ 3 തരത്തിലും ആത്മാന വിധി എന്നുള്ളതിന് അർത്ഥം പറയാറുണ്ടല്ലോ. അപ്പം ഇങ്ങനെ ഈ ധർമ്മശാസ്ത്രം ശുഖബ്രഹ്മർഷിക്ക് പഠിപ്പിച്ചു. അതായത് നിലനിൽപ്പിന് സഹായകരമായിട്ടുള്ള വാക്കും പ്രവൃത്തി. ഇപ്പോൾ വാളുകൊണ്ട് വെട്ടിക്കൊല്ലുക, വെട്ടുകത്തി കൊണ്ട് വെട്ടിക്കൊല്ലുക ഒക്കെ കാരണം എന്താ? വാക്ക് പഠിച്ചുകൊണ്ടാണ്. ആ വെട്ടിക്കൊല്ലപ്പെട്ട ആളുടെ സ്വന്തം വാക്കുകളും വിചാരവും പ്രവൃത്തിയും തന്നെയാണ് അദ്ദേഹത്തിൻ്റെ നാശത്തിന് കാരണമായത്. അപ്പം നിലനിൽപ്പിന് ഹാനികരമായിട്ടുള്ള വാക്കും പ്രവൃത്തിയും ചിന്തകളുമാണ്. ഈ ചിന്തകൾ ബാക്കിയുള്ളവരെ ബാധിക്കുമെന്ന് വെച്ചാൽ ചിന്തകൾ അറിയില്ല എന്ന് നമ്മൾ വിചാരിക്കും. നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് തന്നെ ആരെക്കുറിച്ച് ചിന്തിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഉപബോധ മനസ്സിൽ അപ്പം തന്നെ എത്തി. അപ്പോൾ ചിലവരെ കാണുമ്പോൾ നമുക്കൊരു ഇഷ്ടം തോന്നും, ചിലവരെ കാണുമ്പോൾ ഒരു ഇഷ്ടക്കേട് തോന്നും. കാരണം സങ്കല്പങ്ങളാണ് കാരണം എന്നാണ് പറയുന്നത്. അപ്പം ഇങ്ങനെ ധർമ്മശാസ്ത്രം കഴിഞ്ഞു. പിന്നെ അർത്ഥശാസ്ത്രമാണ്. അർത്ഥശാസ്ത്രം എന്ന് പറഞ്ഞാൽ ധനതത്വം, അതായത് സാമ്പത്തിക ശാസ്ത്രം. സാമ്പത്തിക ശാസ്ത്രം വളരെ ലളിതമായ ഒരു ശാസ്ത്രമാണ്, പക്ഷെ വളരെ കോംപ്ലിക്കേറ്റഡുമാണ്. ശങ്കര ഭഗവത്പാദർ 4 വരിയിൽ സാമ്പത്തിക ശാസ്ത്രം മുഴുവൻ ഒതുക്കിയിരിക്കുക. യല്ലഭസേ നിജ കർമ്മ ഉപാത്തം വിത്തം തേന വിനോദേ ചിത്തം എന്നാണ്.
അതായത് സ്വന്തം അധ്വാനത്തിൽ നിന്ന് എന്താണോ വരുമാനമായി വരുന്നത് അതിലടങ്ങണം നമ്മുടെ ആവശ്യങ്ങൾ. അതിൻ്റെ അപ്പുറം പോയി കഴിഞ്ഞാൽ നമ്മൾ സാമ്പത്തിക ശാസ്ത്രം തെറ്റിച്ചു കഴിഞ്ഞാൽ നമ്മളാകെ വിഷമത്തിലാവുന്നതാണ്. ഓരോരുത്തർ കിട്ടാവുന്ന ഒരു സ്ഥലത്തു നിന്നൊക്കെ ലോൺ എടുത്തിട്ട് അവസാനം കുടുങ്ങി അതിൻ്റെ പലിശ കൊടുക്കാൻ തന്നെ ഇതെല്ലാം കൂടി വിറ്റാൽ മതിയാവാതെ വരുന്ന സമയത്ത് ഒരു ലായനി കലക്കിയിട്ട് കുട്ടികൾക്ക് ആദ്യം കൊടുക്കും, പിന്നെ ഭാര്യയും ഭർത്താവും കഴിച്ച് അവസാനിപ്പിക്കാറുണ്ട്. അപ്പോൾ അധർമ്മം സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളിൽ അല്പം അശ്രദ്ധ വന്നു കഴിഞ്ഞാൽ നമ്മുടെ നിലനിൽപ്പ് ഹാനികരാകും, അപകടമാകുന്നതാണ്. അപ്പം അതാണ് എന്താണോ വരുമാനം അതിൽ ഒതുങ്ങണം അവരവരുടെ ആവശ്യങ്ങൾ എന്നാണ്. വലിയ വീടിൻ്റെ ആവശ്യമില്ല, കഴിവുള്ളവർ വെച്ചോട്ടെ, അല്ലാത്തവർക്ക് ചെറിയൊരു വീട് മതി, കിടക്കാൻ പായാലും മതി ഉറക്കം വരുമെങ്കിൽ. വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഉള്ള വരുമാനത്തിൽ അടങ്ങി ജീവിക്കുമ്പോൾ മനസ്സിന് നല്ല സമാധാനമാണ്. കാരണം വലിയ വീട്ടിൽ താമസിക്കലോ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഭോജനങ്ങളോ അല്ലെ വലിയ ഡെവലപ്മെൻറ്റ് കിടക്കലോ അല്ല നമ്മുടെ ജീവിതോദ്ദേശം. ജീവിതോദ്ദേശം നമ്മളെ യഥാർത്ഥ സ്വരൂപം തിരിച്ചറിഞ്ഞതിന് ശേഷം ഈ പ്രപഞ്ച പ്രതിഭാസങ്ങളായിട്ടുള്ള ദൃശ്യങ്ങളൊന്നും എന്നെ ബാധിക്കാത്തൊരു ദൃഷ്ടാവാണ് ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ അനന്തകോടി വൈഭവങ്ങൾ ഇവിടെ നിരത്തി വെച്ചിരിക്കുന്നത് കണ്ട് രസിക്കാനുള്ള ഒരു സുവർണാവസരമായിട്ടാണ് പ്രപഞ്ച സൃഷ്ടിയെ കുറിച്ച് വേദങ്ങളിലൊക്കെ പറയുന്നത്. അപ്പോൾ ആ ഉദ്ദേശ നിർവഹണത്തിന് വേണ്ടി നമ്മൾ കെൽപ്പുള്ളവരായി മാറുകയാണ്. ആ മാറലാണ് നമ്മൾ വേണ്ടത്. അല്ലാതെ ഈ ഉള്ള ശരീരശേഷിയും മാനസിക ശേഷിയും മുഴുവനും ഭൗതികമായിട്ടുള്ള നേട്ടങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ മാത്രമല്ല, അത്യാവശ്യം മാത്രം കഴിച്ചും ബാക്കിയുള്ളതുകൊണ്ട് ബാക്കിയുള്ള സമയം അവനവൻ്റെ സ്വരൂപം തിരിച്ചറിയാൻ വേണ്ടി. സ്വരൂപം തിരിച്ചറിഞ്ഞതിൻ്റെ ശേഷം മാത്രമേ നമ്മൾ ജീവിതം ആസ്വദിക്കാൻ തുടങ്ങുന്നുള്ളൂ എന്നാണ്. അതായത് എന്താ ദൃശ്യങ്ങൾ മുഴുവൻ കണ്ട് രസിക്കാനുള്ള അപൂർവമായിട്ടുള്ളൊരു അവസരമായിട്ടാണ് ജീവിതത്തെ വേദം ചിത്രീകരിക്കുന്നത്. ഏതാവാനസ്യ മഹിമ എന്നൊക്കെ പറയുന്ന സൂചനകളൊക്കെ അതിലേക്കാണ് വിരലിയുണ്ടെന്നാണ് പറയാം. അങ്ങനെ ധർമ്മം, അർത്ഥം, പിന്നെ മോക്ഷശാസ്ത്രം പറഞ്ഞു കൊടുത്തു. മോക്ഷശാസ്ത്രം എന്ന് പറഞ്ഞാൽ എന്താണ്? തിന്നതിനെ തിന്ന്, കണ്ടതിനെ കണ്ടു, അനുഭവിച്ചതിനെ അനുഭവിച്ച് വീണ്ടും 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 ഇങ്ങനെ ആവർത്തിക്കുകയാണ് നമ്മൾ ചെയ്യണം. അപ്പോൾ ഇനിയും ഒരു ജന്മം എടുക്കണം എന്ന് പറഞ്ഞാൽ എന്താ ഉണ്ടാവുക? ഇതൊക്കെ തന്നെയല്ലേ ഈ ശബ്ദ സ്പർശ രൂപരസഗന്ധങ്ങൾ, ഇതൊക്കെ തന്നെ ഇനിയൊരു ജന്മം എടുത്താലും നമുക്ക് അനുഭവിക്കാനുള്ളൂ. പിന്നെ ഇതല്ലാതെ വേറെ വല്ലതും ഉണ്ടോ എന്ന് വെച്ചാൽ പ്രകാശസ്വരൂപിയായിട്ടുള്ള നമ്മൾ പ്രകാശസ്വരൂപമായിട്ടുള്ള ലോകത്ത് പരമാനന്ദമായിട്ട് ജീവിക്കാൻ വിധിക്കപ്പെട്ടവരാണ്. അത് ഇത് കഴിഞ്ഞാലേ പറ്റുള്ളൂ. ഇവിടുത്തെ ജിജ്ഞാസ നിവൃത്തി, ജിഹാസ നിവൃത്തി, പ്രേക്ഷ നിവൃത്തി, ചികിത്സ നിവൃത്തി കഴിഞ്ഞാലേ നമുക്ക് അതിനുള്ള യോഗ്യത ഉണ്ടാവുള്ളൂ. അപ്പം അത് നേടുക മാത്രമാണ് ഇവിടെയുള്ള ഉദ്ദേശം. ഇവിടെ നമ്മൾ പെട്ടുപോയല്ലോ. ഇപ്പോൾ കനിമൊഴി ജയിലിൽ കിടക്കുന്ന സമയത്ത് കൂടെയുള്ള ഒരു സ്ത്രീ ചോദിച്ചു, നിങ്ങൾക്ക് വീടില്ലേ എന്ന്. ആ വലിയ ബംഗ്ലാവുണ്ടെന്ന് പറഞ്ഞു. പിന്നെ അവിടെ ആഹാരം മറ്റും മറിച്ചോ എല്ലാ സൗകര്യങ്ങളുണ്ട്. പിന്നെ എന്തേ ഇവിടെ വന്ന് ഈ കീർപ്പായി കിടന്നിട്ട് പിന്നെ പച്ചവെള്ളം ചപ്പാത്തിയൊക്കെ കഴിക്കുന്നത്? അത് കർമ്മത്തിൽ ഒരു ചെറിയ പിഴവ് വന്നു പോയി, അതുകൊണ്ട് ഇവിടെ എത്തിപ്പെടാം. അതുപോലെ നമുക്ക് ഈ പ്രപഞ്ചത്തിൽ ഇങ്ങനെ ഒരു ശരീരം മനസ്സും ബുദ്ധിയിൽ നമ്മൾ ഉൾക്കൊട്ട്, ശരീരം എന്ന് പറഞ്ഞാൽ എന്താ? വേദന കുത്തി നിറച്ചിരിക്കുന്നതായിട്ടുള്ള ഒരു സഞ്ചിയാണ് ഈ ശരീരം എന്ന് പറഞ്ഞാൽ. എവിടെയായാലും വേദനയല്ലേ, വയറുവേദന, നെഞ്ചുവേദന, ഒരു സൂചി എടുത്ത് കുത്തിയ വേദന, പല്ല് വേദന, ചെവി വേദന, തലവേദന, എന്താ നമുക്ക് സഹിക്കാൻ കഴിയുക? അപ്പോൾ വേദന മാത്രം. പിന്നെ അകത്താണ് വെച്ചാൽ മാലിന്യം. അപ്പോൾ വേദനയും മാലിന്യവും നിറഞ്ഞിട്ടുള്ള ഒരു സഞ്ചി, അതിൻ്റെ ഉള്ളിൽ അപ്പോൾ നമ്മൾ താമസിക്കുന്നു, സുഖമായിട്ട് താമസിക്കാമെന്ന് വിചാരിക്കുന്നു. സുഖം ഒരിക്കലും ഉണ്ടാവുകയില്ല. അവസാനം ഇത് മുഴുവനും ഇളകി, ഇതിൻ്റെ എല്ലാ തരത്തിലുള്ള കുഴപ്പങ്ങളും ഇളകിയിട്ട് വയസ്സുകാലത്ത് നമ്മൾ ആകെ വിഷമിക്കുകയുമാണ്. അപ്പോൾ ഇതിലേക്ക് ഇനി ഒരു ജന്മം കൂടി വരണം എന്ന് മോഹിക്കത്തക്ക വിധത്തിൽ അവിവേകം വർദ്ധിച്ചാൽ എന്താ സ്ഥിതി? അതുകൊണ്ട് കഴിയണത്ര വേഗം ആഗ്രഹങ്ങളൊക്കെ വേഗം തീർക്കുക. ആഗ്രഹങ്ങൾ 3 തരത്തിൽ തീർക്കാമെന്നാണ് പറയുന്നത്. ഒന്നാമത്തെ എന്താ വെച്ചാൽ നീതിന്യായ വകുപ്പായിട്ട് കൂട്ടിമുട്ടിയാൽ ഉണ്ടാകാവുന്ന ഭവിഷ്യത്ത് ആലോചിക്കാം. അപ്പോൾ അയൽക്കാരൻ്റെ വീട്ടിലൊരു മാങ്ങ പഴുത്ത് നിൽക്കുന്നു, അതുകൊണ്ട് പിന്നെ തോട്ടിയിട്ട് വലിച്ചെടുത്തിട്ട് തിന്നാന്ന് വിചാരിക്കാം. അപ്പോൾ അയാൾ പോലീസിൽ പറയും എൻ്റെ മാങ്ങ കട്ടുമെന്ന് പറഞ്ഞു. പോലീസ് വന്നിട്ട് നമ്മളെ പിടിച്ചുകൊണ്ടുപോയിട്ട് വേണ്ട മാതിരി കൈകാര്യം ചെയ്യും. അപ്പോൾ അത് ആലോചിച്ച് കഴിഞ്ഞാൽ വേണ്ട, ഈ മാങ്ങ വേണ്ടാന്ന് വെക്കുന്നത് നല്ലതെന്ന് പറയും. അപ്പോൾ നീതിന്യായ വകുപ്പായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന ഭവിഷ്യത്ത് ആലോചിച്ചിട്ട് വേണ്ടാന്ന് വെക്കാൻ പറ്റും 3-1. രണ്ടാമത്തെ എന്താണെന്ന് വെച്ചാൽ വിവേകപൂർവ്വം ആലോചിക്കാം. ഒരു അൾസേഷനായ വളർത്താൻ ഒരു ആഗ്രഹം ഉണ്ടായി, അതിനെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കൂട് വൃത്തിയാക്കണം, അതിന് തിന്നാൻ കൊടുക്കണം, നമ്മളെവിടെയെങ്കിലും പോകുന്ന സമയത്ത് അതിനെ ഏൽപ്പിക്കാൻ പറ്റില്ല. പിന്നെ അതിനെ വിചാരിച്ചിട്ട് നമുക്ക് പോകാൻ പറ്റില്ല. പിന്നെ അതിനെയും കൊണ്ട് നടക്കാൻ പോകണം. പോകുന്ന വഴിക്ക് വല്ലവരും ചാടിക്കടിച്ചിട്ടുണ്ടെങ്കിൽ അവരെ ഇഞ്ചക്ഷനും മരുന്നും അതും ഇതും 1 മാസം വിശ്രമമാണ്. ആ മാസത്തേക്കുള്ള എല്ലാ ചിലവും നമ്മൾ കൊടുക്കേണ്ടി വരും. അപ്പം അങ്ങനെ എല്ലാ കാര്യവും അവരെ വേണ്ടാന്ന് വെക്കാം, വേണ്ടാന്ന് വെച്ചാൽ കഴിഞ്ഞു. അപ്പം ഇങ്ങനെ 2 തരത്തിൽ. മൂന്നാമത്തെ ഉണ്ട് മനസ്സ് വാശി പിടിച്ചിട്ട് അനുഭവിച്ചാൽ തന്നെ തീർക്കാൻ പറ്റുള്ളൂ. അങ്ങനത്തേന് മാത്രമേ നമ്മൾ ജീവിക്കേണ്ട ആവശ്യമുള്ളൂ. അത് ജീവിതത്തിൽ അത് അനുഭവിച്ച് തീർക്കാൻ, അനുഭവിച്ച് മടുക്കാൻ എത്രയോ സന്ദർഭം നമ്മുടെ ജീവിതത്തിലുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ചിലവഴിക്കുക, ബാക്കിയൊക്കെ വിട്ടുകളയാൻ പറ്റും. അതിന് വിവേകവും വിജ്ഞാനം ഉണ്ടായാൽ മതി. അതിന് വിവേകികളും വിജ്ഞാനികളായിട്ടുള്ള ആൾക്കാരെയുള്ള സംസംഗം വേണ്ടത്.
അപ്പം അങ്ങനെയുള്ള മഹാത്മാക്കളായിട്ട് ഇടയ്ക്കിടയ്ക്ക് സംസർഗത്തിലിരുന്ന് നമ്മുടെ ഈ വേണ്ടാത്ത വഴിക്കുള്ളതായ മനസ്സിൻ്റെ പോക്കിന് നിയന്ത്രണം വരുത്താൻ അതുകൊണ്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് കഴിയുന്നത്ര വേഗം ഞാൻ ശരീരം മനസ്സുമല്ല ആത്മാവാണ് എന്ന ബോധോദയത്തിന് എതിരെ നിൽക്കുന്ന കർമ്മങ്ങളെ വേഗം ചെയ്തു തീർക്കുക. അതിന് യോഗക്ഷേമം എന്ന് പറയും. യോഗ എന്ന് പറഞ്ഞാൽ ഈശ്വരൻ പ്രാപ്തി. അതായത് ഞാൻ ആത്മാവാന്നുള്ള ബോധം തെളിയാൻ എന്താണോ എതിരെ നിൽക്കുന്നത്, ആ എതിരിനെ ഇല്ലായ്മ ചെയ്യാൻ എന്താണോ വേണ്ടത് അതാണ് ക്ഷേമം എന്ന് പറയും. അതായതിപ്പോൾ ഒരു ആഗ്രഹം തീർക്കാൻ കുറച്ച് പണം വേണ്ട വെച്ചാൽ പണം വേണം, അതാണ് ക്ഷേമം. അല്ലെങ്കിൽ കുറച്ച് ആരോഗ്യം വേണം, എന്നാലേ പറ്റുള്ളൂ എന്ന് വെച്ചാൽ ആരോഗ്യം. അപ്പോൾ എന്താണോ തടസ്സം നിൽക്കുന്ന ആ തടസ്സം ഒഴിവാക്കാനുള്ള എന്താണോ അത് ഭഗവാൻ തരും, അത് ക്ഷേമം എന്ന് പറയും. യോഗത്തിനെതിരെ നിൽക്കുന്നതിനെ ഇല്ലായ്മ ചെയ്യാനുള്ള പരിഹാരം നമുക്ക് നൽകുന്നതാണ് യോഗക്ഷേമം എന്ന് പറയുന്ന അതിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് മോക്ഷം എന്ന് പറഞ്ഞ മോക്ഷമാർഗം തെളിയിച്ചു കൊടുത്തു. അതായത് ഇനി എങ്കിലും ഇത്രയും കാലം എങ്ങനെയൊക്കെ ജീവിച്ചു, ഇനി ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് ശ്രദ്ധിച്ചിട്ട് കുറേ വേണ്ടാന്ന് വയ്ക്കാം, കുറേ വിവേകം കൊണ്ട് വേണ്ടാന്ന് വയ്ക്കുക, കുറേ പോലീസ് നിയമത്തെ പേടിച്ചിട്ട് വേണ്ടാന്ന് വയ്ക്കുക. അവസാനത്തെ ഒന്ന് മാത്രം ആഗ്രഹം സാധിക്കാതെ അനുഭവിക്കാതെ വിട്ടില്ല മൈൻഡ് വെച്ചാൽ അതുമാത്രം അനുഭവിച്ചു കൊടുക്കുക. അങ്ങനെ വേഗം ഇതിൽ നിന്ന് വിമുക്തരായി ഒരു മഹാത്മാവിൻ്റെ ശബ്ദത്തിൽ നിന്ന് ശ്രവണം ഉണ്ടായി ഞാൻ ശരീരം മനസ്സല്ല ആത്മാവാണെന്നുള്ള ബോധോദയം ഉണ്ടാവുക. ഇതാ വേണ്ടത്. അങ്ങനെ മോക്ഷശാസ്ത്രം പറഞ്ഞു. അതിൻ്റെ ശേഷം വേദവ്യാസൻ പറഞ്ഞു, നീ വിവാഹം കഴിക്കണം. എനിക്ക് എൻ്റെ ബോധമണ്ഡലം പൂർണ്ണമാണെന്ന് തോന്നലില്ല വിവാഹം കഴിക്കാത്തതുകൊണ്ട്. അതുകൊണ്ട് നീയെങ്കിലും പരിപൂർണമായിട്ടുള്ള ബോധമണ്ഡലമായിരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നതുകൊണ്ട് നീ വിവാഹം കഴിക്കണം. ഉടനെ ഇദ്ദേഹത്തിനങ്ങ് ദേഷ്യം വന്നു, മകന് ദേഷ്യം വന്നു. മകൻ പറഞ്ഞു, പിതാവേ അങ്ങ് ധരിച്ചിരിക്കുന്നത്, അങ്ങ് പറഞ്ഞ ധർമ്മശാസ്ത്രം എനിക്കറിയാം, ശാസ്ത്രങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി, പക്ഷെ ഇപ്പോൾ ആ 3 ശാസ്ത്രത്തെ അവതാളപ്പെടുത്തുന്നതായിട്ടുള്ള കാമശാസ്ത്രം കൂടി അതിൽ ഉൾപ്പെടുത്തി പറയുകൊണ്ട് അങ്ങക്ക് വേണ്ടമാതിരി ഈ ശാസ്ത്രം മനസ്സിലായില്ല എന്ന് എനിക്ക് ബോധ്യമായി. അതുകൊണ്ട് അങ്ങ് ഒന്നും കൂടി ഈ ശാസ്ത്രങ്ങളൊക്കെ വേണ്ടമാതിരി മനസ്സിലാക്കണം എന്ന് പറഞ്ഞു അച്ഛനോട്. അപ്പോൾ അച്ഛനോട് അഹമ്മദി സംസാരിച്ച സമയത്ത് അച്ഛൻ എന്ത് ചെയ്തു, വിവേകികളായിട്ടുള്ളവരൊക്കെ മക്കൾ വല്ലതും അഹങ്കാരം പറയാൻ പുറപ്പെട്ട ഇനി എതിര് പറയാൻ നോക്കില്ല, എതിര് പറഞ്ഞാൽ കാര്യം കുഴപ്പമായിരിക്കും. അപ്പോൾ മകൻ അനുസരണക്കേട് കാണിക്കുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ അച്ഛനൊന്നും പറയില്ല. പറയാതെ എന്ത് ചെയ്യണം, അവനെ ഒതുക്കാൻ പറ്റുന്ന മാഷന്മാരോ ആരെങ്കിലും ഒരാളോട് പറയണം, മോൻ ഇങ്ങനെയൊക്കെയാണെന്ന് ഉപദേശിക്കണം എന്ന് പറയാം. അപ്പോൾ ആരാനും ഉപദേശിച്ചാലും ശരിയാകും, നമ്മൾ ഉപദേശിക്കാൻ പാടില്ല. ഇപ്പോൾ കുട്ടികളെ ഒരു കൊലക്കുറ്റം കഴിഞ്ഞിട്ട് ഓടി വരികയാണെങ്കിലും അമ്മയും അച്ഛനും അവർക്ക് സ്നേഹം വാത്സല്യം കൊടുക്കാൻ പാടുള്ളൂ. ആരും തന്നെ അവരെ ചീത്ത പറയരുത്. അങ്ങനെയാണ്. കാരണം അവർക്ക് ആത്യന്തികമായിട്ടുള്ള ഒരു സ്ഥലം, ഒരു സംരക്ഷണ സ്ഥലം അമ്മേൻ്റെ അച്ഛൻ്റെ അടുത്താന്നുള്ള ഒരു ബോധമുണ്ട് അവർക്ക്. അത് നമ്മൾ ഇല്ലാതാക്കരുത്. ഉപദേശിക്കാൻ നമ്മൾ ബാക്കിയുള്ളവരെ ഏർപ്പാട് ചെയ്യണം. അതുപോലെയാണ് വേദവ്യാസം ചെയ്ത് മകനെ, എനിക്ക് നിൻ്റെ അത്ര തേജസ്വിയായിട്ടുള്ള ഒരു മകനുണ്ടായാലും വളരെയധികം സന്തോഷം. അതുകൊണ്ട് ഞാൻ വളരെ ഭാഗ്യവാനാണ്. നീ ഒരു കാര്യം ചെയ്യണം, എനിക്ക് ചില സംശയം ഉണ്ട്, അത് തീർത്ത് തരണം എന്ന് പറഞ്ഞു. എന്താ അച്ഛൻ സംശയം എന്ന് ചോദിച്ചു. ജനക മഹാരാജാവ് വിദേഹമുക്തനാന്ന് പറയുന്നു, പക്ഷേ രാജ്യം ഭരിക്കുന്നു. വിദേഹമുക്തനായിട്ടുള്ള ഒരാൾക്ക് എങ്ങനെ രാജ്യം ഭരിക്കാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലാവണില്ല. അതുകൊണ്ട് നീ അവിടെ ചെന്ന് അതൊന്ന് കണ്ടിട്ട് വന്ന് എനിക്ക് പറഞ്ഞു തരണം. അപ്പോൾ വിദേഹം പറഞ്ഞു, ജനകൻ വിദേഹമുക്തനാണെന്നോ, വിദേഹമുക്തൻ രാജ്യം ഭരിക്കുക, അത് ആളുകൾ മാത്രം വിശ്വസിക്കും, പക്ഷെ അത് ഞാൻ ആളെ പഠിപ്പിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് നടന്ന് അവിടെ എത്തി. ഗേറ്റിൻ്റെ അടുത്തെത്തി. ഗേറ്റ്മാൻ ചോദിച്ചു, എന്താ വന്നത്? മഹാരാജാവിനെ കാണാൻ. എന്തിനാന്ന് ചോദിച്ചു. അദ്ദേഹം ജ്ഞാനപരമായിട്ടുള്ള ചില തർക്കങ്ങൾക്ക് വന്നതാണ്. അങ്ങനെയാണെങ്കിൽ എന്നോട് തർക്കിച്ച് ചോദിച്ചാലേ ഞാൻ വിടുള്ളൂ എന്ന് പറഞ്ഞു. അദ്ദേഹം ശരി എന്ന് പറഞ്ഞു. കുറേ ചോദ്യങ്ങൾ ചോദിച്ചു, അതിനൊക്കെ ഉത്തരം പറഞ്ഞു. അപ്പോൾ അത് പറഞ്ഞു, ഗേറ്റ്മാൻ പാറാവുകാരൻ പറഞ്ഞു, ഏത് കുട്ടികളുടെ സ്വഭാവമാണ്, എന്ത് കേട്ടാലും ബൈഹാർട്ട് പഠിക്കുക, എന്നിട്ട് തത്ത പോലെ പറയുകയും ചെയ്യും. അതുകൊണ്ട് നിൻ്റെ വിവേകത്തിൽ നിന്ന് വന്നാൽ ഞാൻ വിശ്വസിക്കുന്നില്ല. ആണെങ്കിൽ ഞാൻ ചോദിച്ച ചോദ്യങ്ങളുടെ ഉത്തരം മുഴുവൻ ഒരു ആഖ്യാനായിട്ട് പറഞ്ഞു തരണം, എന്നാലേ ഞാൻ വിശ്വസിക്കുള്ളൂ. അപ്പോൾ അത് മനോഹരമായിട്ടുള്ള ഒരു ആഖ്യാനായിട്ട് ശുഗബ്രഹ്മ മഹർഷി പറഞ്ഞു കൊടുത്തു. ഇത് കേട്ട സമയത്ത് അദ്ദേഹത്തിന് വളരെ സന്തോഷമായി. അദ്ദേഹം ഇപ്പോൾ ഞാൻ മഹാരാജാവിനോട് പറഞ്ഞ് സമ്മതിപ്പിച്ച് വരാമെന്ന് പറഞ്ഞു ഓടിച്ചെന്ന് മഹാരാജാവിനോട് പറഞ്ഞു, മഹാരാജ, അങ്ങ് ജ്ഞാനം നിറഞ്ഞിരിക്കുന്ന ഒരു മഹാതാമര പങ്കജം, അതിലെ തേന് ഇഷ്ടംപോലെ കുടിച്ച് രസിക്കാൻ യോഗ്യതയുള്ള ഒരു ഭ്രമര, ഒരു വണ്ട് പുറത്ത് കാത്തിരിക്കുന്നു. ഇത് തമ്മിലുള്ള സംയോഗം കണ്ട് രസിക്കാൻ അടിയൻ എത്ര നിമിഷം കാത്തിരിക്കണം അക്ഷമനായിട്ട് എന്ന് ഉണർത്തിച്ചാലും എന്ന് പറയണം. ഞാൻ പറയാം വെയിറ്റ് ചെയ്യാൻ പറയും, ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ വിളിക്കട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ 7 ദിവസം അവിടെ നിർത്തിയെന്നാണ്. ആ 7ാം ദിവസം പറഞ്ഞു, ഒരു കുട്ടി വന്നു എന്നല്ലേ പറഞ്ഞു, അവനെ അകത്തേക്ക് ഗേറ്റ് തുറന്ന അകത്ത് കയറാൻ പറയുന്നു. അകത്ത് കയറി അവിടെ 7 ദിവസം തന്നെ. പിന്നെ 14ാം ദിവസം പറഞ്ഞു, ആ കുട്ടിയെ നിങ്ങൾ അന്തപുരത്തിൽ വിളിച്ചിട്ട് വേണ്ടമാതിരി സ്വീകരണമൊക്കെ കൊടുക്കല്ലേ വേണ്ടതെന്ന്. അങ്ങനെ അന്തപുരത്തിൽ വന്ന് പാട്ടും ഡാൻസും ഒക്കെ കാണും. അങ്ങനെ 21ാം ദിവസം എങ്ങനെയുണ്ട് കുട്ടിയെന്ന് ചോദിച്ചു. അവർ മഹാരാജ പുറത്തിരുന്ന സമയത്തും അകത്തുന്ന സമയത്തും അന്തപുരത്തിലിരുന്ന സമയത്തും അവനെവിടെയോ വേറൊരു ലോകത്തിലാണ്, അവനിതൊന്നും അറിയുന്നേ ഇല്ല.
ശരീരത്തിലാണെങ്കിലും വേറൊരു ലോകത്തിലാണ്. എന്നാൽ വിളിക്കുകയെന്ന് ഓർമ്മ വിളിച്ചു. അങ്ങനെ മഹാരാജാവ് ശുഗനായിട്ട് സംസാരം തുടങ്ങി. എന്താ വന്ന് ആരാന്ന് വെച്ചു. ഞാൻ വേദവ്യാസ മഹർഷിയുടെ പുത്രനാണ്, പേര് ശുഗൻ ആണെന്ന്. എന്തിനാ വന്നു വെച്ചാൽ എനിക്ക് അങ്ങേ കാണേണ്ട ആവശ്യമില്ല, ഇവിടെ വരേണ്ട ആവശ്യമില്ല. പക്ഷെ അച്ഛനൊരു സംശയം, അങ്ങ് വിദേഹമുക്തനാണെന്ന് പുറത്തേക്ക് ഇങ്ങനെ പറയുകയും ചെയ്യുക, എന്നിട്ട് ദേഹവാനെ പോലെ ജോലി ചെയ്യുകയും ചെയ്യുക, അതുകൊണ്ട് രാജ്യം ഭരിക്കുകയും ചെയ്യും. ഇത് രണ്ടും തമ്മിൽ യോജിക്കുന്നില്ല. അപ്പോൾ അതൊന്ന് അച്ഛന് പറഞ്ഞു കൊടുക്കണം എന്ന് പറഞ്ഞു. എനിക്ക് അവിടെ നിന്ന് തന്നെ പറഞ്ഞു കൊടുക്കാൻ കഴിയാനിട്ടല്ല, പക്ഷെ അച്ഛൻ പറഞ്ഞ സ്ഥിതിക്ക് ഇവിടെ നിന്ന് വന്നിട്ട് പോകാമെന്ന് വിചാരിച്ചാണെന്ന് പറഞ്ഞു. അപ്പോൾ ജനക മഹാരാജാവ് അങ്ങനെ വിദേഹമുക്തരായിട്ട് രാജ്യം ഭരിക്കുകയും ജോലി ചെയ്യുകയൊക്കെ ചെയ്തുള്ള ഉത്തരവാദിത്തത്തിലുള്ള കുറേ കഥകളൊക്കെ പറഞ്ഞതൊക്കെ അതിനൊക്കെ ഖണ്ഡിച്ച് ശുഗൻ അങ്ങോട്ടും പറഞ്ഞു. അവസാനം അദ്ദേഹം കുറേ കഴിഞ്ഞപ്പോൾ ചോദിച്ചു, എത്ര വയസ്സായി എന്ന് ചോദിച്ചു. എത്ര വയസ്സായി എന്ന് പറഞ്ഞു. ഇത്ര വയസ്സ് വരെ എന്തൊക്കെ ജീവിതാനുഭവം ഉണ്ടായിട്ടുണ്ടോ അത് വെച്ചിട്ടല്ലേ, ആ അറിവ് വെച്ചിട്ടല്ലേ അങ്ങ് എന്നോട് പറയണം വിദേഹമുക്തൻ രാജ്യം ഭരിക്കാൻ കഴിയില്ല എന്ന്. കുറേം കൂടെ ജീവിത അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ, കുറേം കൂടെ അനുഭവങ്ങൾ കൊണ്ട് അങ്ങ് സമ്പന്നാകുന്ന സമയത്ത് ഇപ്പം പറഞ്ഞത് തന്നെയാണോ പറയാനുണ്ടാവുക എന്ന് ആലോചിക്കാനും കൂടി കഴിവില്ലാത്ത ഒരു അവിവേകിയല്ലേ അങ്ങെന്ന് വെച്ചു. അപ്പം അദ്ദേഹം ഉണ്ടാതെ. കാരണം കുറേം കൂടെ ജീവിതാനുഭവം ഉണ്ടാകുമ്പോൾ എന്താ അറിയില്ലോ. ഇപ്പോൾ കുട്ടിക്ക് പിന്നെ നിരീശ്വരവാദി ദൈവമില്ല അമ്പലമില്ല എന്നൊക്കെ പറഞ്ഞിരുന്ന ഒരാളാണ്. പക്ഷെ കല്യാണം കഴിഞ്ഞ് ഒരു മകനുണ്ടായി. മകൾക്ക് 4 ഹാർട്ടിൻ്റെ വാൽവ് തകരാറാന്ന് കേട്ട സമയത്ത് ഡോക്ടർമാർ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ല, അപകടമാണെന്ന് പറഞ്ഞു. അപ്പോൾ അവൾക്കാണെങ്കിൽ ഗുരുവായൂരപ്പനിൽ വലിയ ഭക്തിയാണ്. അപ്പോൾ ഇയാൾ എന്നും ഗുരുവായൂർ പോയി പ്രസാദം കൊണ്ടേ കൊടുക്കും. പ്രസാദം കൊണ്ടുപോകുമ്പോൾ അല്ല എങ്ങോട്ടാ അപ്പോൾ ഇതെന്താ കയ്യിൽ ഇത് പ്രസാദമാണെന്ന് പറയുന്നത്. ആർക്കത്? കുട്ടിക്കാണ്. ഇപ്പം എന്തേ ഇപ്പം അമ്പലത്തിലൊക്കെ പോയി അങ്ങനെ സംഭവമൊക്കെ മാറി. കാരണം ജീവിതാനുഭവം കുറേ ഉണ്ടായപ്പോൾ പണ്ട് പറഞ്ഞ അല്ല ഇപ്പോൾ പറയാനുള്ളതെന്ന് ബുദ്ധിയായി. അപ്പം അങ്ങനെ ശുഗർ മഹർഷി മിണ്ടാതെ സമയത്ത് അങ്ങോട്ട് പിന്നെ എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്ന് അങ്ങോട്ട് ചോദിക്കാൻ തുടങ്ങി. അപ്പോൾ ജനകൻ എല്ലാ വിവരങ്ങൾ പറഞ്ഞു കൊടുത്തതിന് ശേഷം അവസാനം ഒരു വാചകം പറഞ്ഞു. ജ്ഞേയമായിട്ടുള്ളതെല്ലാം അറിഞ്ഞ് പരിപൂർണ്ണമായിരിക്കുന്ന ഒരു മനസ്സിന് വിശ്രാന്തിയാണ് വേണ്ടതെന്ന്. അതെല്ലാം അറിയപ്പെടേണ്ടതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെന്താ വേണ്ടത്? വിശ്രാന്തിയാണ്. അതായത് കഷ്ണം നുറുക്കി വെള്ളത്തിലിട്ട് മസാലയൊക്കെ ചേർത്ത് കഴിഞ്ഞതിന് ശേഷം മകൾ ചോദിക്കുക, അമ്മ ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി ഒന്നുമില്ല, തീ കടാതെ അവിടെ നിന്ന് നോക്കിയാൽ മതി, നീ ഒന്നും ചെയ്യണ്ട. എത്ര സമയം ഇങ്ങനെ ഇരിക്കണം എന്ന് പറഞ്ഞാൽ അത് നിന്റെ മൂക്ക് പറയുന്നു. കുറേ കഴിഞ്ഞപ്പോൾ ഒരു സുഗന്ധം, അമ്മയെ ഒരു സുഗന്ധം തീർന്നു വരുന്നു. എന്താ അത്? അതാണ് കറി പാകായി എന്നുള്ളതിൻ്റെ. അതിൽ ചേർത്ത എല്ലാ സാധനങ്ങളും വെന്ത് പാകപ്പെട്ട സമയത്ത് അതിൻ്റെ ഒന്നിൻ്റെ അല്ലാത്തതും, പക്ഷേ അതിൻ്റെ അല്ലാന്നും പറയാൻ പറ്റില്ല, അതിൻ്റെ എല്ലാം കൂടി കൂട്ടായ്മ, എല്ലാം കൂടി സമന്വയം പ്രാപിച്ച് വെന്ത സമയത്ത് അതിൽ നിന്ന് വരുന്ന ഒരു ക്വാളിറ്റിയാണ് തന്നെ എല്ലാവരെയും ആകർഷിക്കുന്നതായിട്ടുള്ളൊരു മനോഹാരിത എന്ന് വരും. അതാണ് അതിന് പാകപ്പെട്ടതിൻ്റെ ലക്ഷണം എന്ന് പറയുന്നത്. അപ്പോൾ അതുവരെ കാത്തിരിക്കണം. അപ്പോൾ ഈ കഷ്ണം നുറുക്കിയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് അപ്പം തന്നെ നോക്കിയാൽ ഉണ്ടാവില്ല, പക്ഷേ വേവണം. അതുപോലെ അറിയപ്പെടേണ്ടതിലൊക്കെ അറിഞ്ഞു കഴിഞ്ഞതിന് ശേഷം കുറച്ചു കാലം വിശ്രാന്തിയിലിരിക്കണം എന്നാണ്. അപ്പോൾ ഈ അറിവൊക്കെ പാകപ്പെട്ട് അതിൻ്റേതായിട്ടുള്ളൊരു ഫ്ലേവർ, അതിൻ്റേതായിട്ടുള്ളൊരു സ്വാദ്, ഒരു സുഗന്ധം പുറത്തേക്ക് വരുന്നതാണ്. അത് അവനവനെ ആരാനെ ആസ്വദിപ്പിക്കുന്നതായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ജ്ഞേയമായിട്ടുള്ള എല്ലാം അറിഞ്ഞ് പരിപൂർണ്ണമായിരിക്കുന്ന മനസ്സിന് വിശ്രാന്തിയാണ് വേണ്ടതെന്നുള്ള ഉപദേശം കൊടുത്ത് അങ്ങനെ പോകുന്നു. ദൂരത്തുനിന്ന് ഇങ്ങനെ ശുഗൻ വരുന്നത് കണ്ടപ്പോൾ വേദവ്യാസ മഹർഷിക്ക് മനസ്സിലായി ആളുടെ അഹങ്കാരത്തിൻ്റെ ആണിവേര് പറിച്ചു കളഞ്ഞിട്ടുണ്ടെന്ന്. കാരണം കൈ വെച്ചെന്ന് കണ്ടാൽ അറിയാൻ പോലും അഹങ്കാരിയാണോ അല്ലേന്ന്. അപ്പോൾ കൈ വെച്ചെന്നൊക്കെ കണ്ടപ്പോൾ ഈ ശരീരത്തിൻ്റെ പ്രകൃതിയൊക്കെ കണ്ടപ്പോൾ മനസ്സിലായി അഹങ്കാരം ഇല്ലാതെയുണ്ട്. വന്ന് സാഷ്ടാംഗം നമസ്കരിച്ച് എന്താ ഞാൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് അച്ഛനെ സഹായിച്ചുകൊണ്ട് ഇങ്ങനെ ഇരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് പീവരി എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയെ കാണാനിടയായി. ഇത് ദൈവവിവാഹത്തിലുള്ളതാണ്. പെൺകുട്ടിയെ കണ്ട സമയത്ത് കഴിഞ്ഞ ജന്മജന്മാന്തരങ്ങളിൽ ഉണ്ടായിട്ടുള്ളതായ സഹവർത്തിത്വത്തിൻ്റേതായിട്ടുള്ള കുറേ സ്മരണകൾ ഇങ്ങനെ ചുരുളഴിഞ്ഞു വരുന്നത് പോലെ തോന്നി. അങ്ങനെ അവസാനം അവളെ കല്യാണം കഴിക്കുകയാണെന്ന്. 4 മക്കളുണ്ടായി. മക്കളൊക്കെ ഓരോ വഴിക്കായി. എല്ലാവരും ഒരാൾ സന്യാസത്തിന് പോയി പെൺകുട്ടീനെ കല്യാണം കഴിച്ചു കൊടുത്തു. അങ്ങനെ എല്ലാം ഉത്തരവാദിത്വം തീർന്ന സമയത്ത് ജനകൻ പറഞ്ഞ വാചകം ഓർമ്മ വന്നു. ജ്ഞേയമായിട്ടുള്ള അറിയപ്പെടേണ്ടതായിട്ടുള്ള അറിഞ്ഞ് പരിപൂർണ്ണമായിരിക്കുന്ന മനസ്സിന് വിശ്രാന്തിയാണ് വേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ഹിമാലയത്തിലേക്ക് പോയി ആസനം ബന്ധിച്ച് ഇരുന്നു. നമ്മളിങ്ങനെ ഇരുന്നാൽ ആദ്യം ഇരുന്ന് കഴിഞ്ഞാൽ ഒരു നായെ പിടിച്ച് കെട്ടിയിട്ട് അത് കൊതറും, കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ച് കുറേ ഒച്ചയൊക്കെ ഉണ്ടാക്കും. യാതൊരു രക്ഷയില്ലാന്ന് കണ്ട് 2-3 മണിക്കൂർ കഴിഞ്ഞ് നോക്കുമ്പോൾ സുഖമായി കിടന്ന് ഉറങ്ങുന്നുണ്ടാവും. ഇതുപോലെ നമ്മളെ മൈൻഡ്. നമ്മൾ കുറച്ച് നേരം ഇരുന്ന് കാല് വേദനിക്കുന്നു, കൈ വേദനിക്കുന്നു, വയ്യ, ഇരിക്കാൻ പറ്റില്ല, അതൊക്കെ വെറുതെയാണ്, അല്ല കർമ്മം ചെയ്യാൻ വേണ്ടത്, അല്ലെങ്കിൽ ജ്ഞാനം മതിയല്ലോ, ശരീരത്തിന്മേലല്ലല്ലോ നമ്മൾ ചെയ്യേണ്ടത് എന്നൊക്കെ നമുക്ക് ഇങ്ങ് തോന്നും. യോഗധാരാവലിയിൽ പറഞ്ഞ മാതിരി ന ദൃഷ്ടി ലക്ഷ്യാണി ന ചിത്തബന്ധോ ന കാലദേശവും ന ച വായുരോധ ന ധാരണാധ്യാന പരിശ്രമോവ സമേതമാനേ സതിരാജയോഗ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അതുപോലെയൊക്കെ പോരെ എന്നൊക്കെ തോന്നും. പക്ഷേ
നമ്മളങ്ങനെ ഇരിക്കന്നെ, അങ്ങനെ ഇരുന്ന് കഴിഞ്ഞ് കുറേ കഴിയുമ്പോൾ മാംസപേശിയുടെ ഫൈബേഴ്സ് മുഴുവൻ ഇങ്ങനെ ആയി തുടങ്ങും. അയവായി വന്ന് പിന്നെ ഇങ്ങനെ ഒരു സുഖമായി തോന്നും. സുഖമായി കഴിഞ്ഞാൽ പിന്നെ ആഹാരമൊക്കെ അങ്ങോട്ട് കൊണ്ടുപോയി തിരക്കടില്ല. ആ കാപ്പി ഇങ്ങോട്ട് കൊണ്ടുവരും, അല്ലെങ്കിൽ വെള്ളം ഇങ്ങോട്ട് കൊണ്ടുവരും എന്ന് പറയാൻ തുടങ്ങും. എഴുന്നേൽക്കുന്നത് അവിടെ ഇരിക്കുന്ന ഒരു സുഖമായി തോന്നും. ഇരുന്ന് കുറേ കഴിയുമ്പോൾ നിശ്ചലാവുന്ന ശരീരം നിശ്ചലാവുമ്പോൾ മനസ്സും കുറേശ്ശെ നിശ്ചലാവും തുടങ്ങും. ചിന്തകളും ആഗമം ആവായനം അനിത്യം വരും പോവും. അത് കുറച്ച് സമയം നിൽക്കുള്ളൂ. കുറേ കഴിയുമ്പോൾ കാണാം, സാധാരണ ആദ്യം നമ്മൾ ഉറക്കത്തിലേക്കാണ് പോവുക. പിന്നെ ഉറക്കമോ അല്ല ചിന്തയല്ലാത്തൊരു ആസ്പെക്റ്റ് നമ്മളുള്ളിൽ നിന്ന് പെട്ടെന്ന് ഒരു ദിവസം കാണാൻ തെളിഞ്ഞു വരും. പിന്നെ സുഖമായി, ഇനിയിപ്പോൾ ഒന്നും സാരില്ല. ആ സമയത്ത് പിന്നെ മൈത്രിയോട് യാജ്ഞവൽക്യം പറഞ്ഞ മാതിരി ബൃഹദാരണ്യോപനിഷത്തിൽ, മൈത്രേയി ഞാനിതാ പോവാണ്, എനിക്കൊന്നും വേണ്ട, എല്ലാം നീ എടുത്തോ, എങ്ങോട്ടാ പോകണം ഇതൊക്കെ തന്നിട്ട് ഞാൻ വനാന്തരത്തിലേക്ക് പോവാം, ഇതൊന്നും വേണ്ടാന്ന് വെച്ച് വേറെ എന്തിനു വേണ്ടി അങ്ങ് പോകണം പറയണമെന്ന് പറയും. അപ്പോൾ നിനക്ക് ഈ സമ്പത്തുകൊണ്ട് കലാകാരന്മാരൊക്കെ വരുത്തി കലാപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കണ്ട് രസിക്കാം. ആ രസം വേണ്ട വെച്ച് വേറെ രസത്തിന് എന്തിനാ അങ്ങ് പോകണം? അല്ല, നിങ്ങൾക്ക് വിദ്വാൻമാരൊക്കെ വരുത്തി വിദ്വത്സവസമൊക്കെ ആയിട്ട് അത് കണ്ട് രസിക്കാം. ആ രസവും വേണ്ടാന്ന് വെച്ചാൽ അങ്ങ് എന്തിനാ പോകണം? അവസാനം നിവൃത്തിയില്ലാതെ പറയാണ്, മൈത്രേയി ഞാൻ നിന്നെ ഒരിക്കലും സ്നേഹിച്ചിട്ടില്ല, ഞാൻ നിന്നെ സ്നേഹിച്ചിട്ടില്ല. എപ്പോഴാണോ എനിക്ക് ആനന്ദം തോന്നിയില്ല ആ സമയത്ത് എൻ്റെ മനസ്സ് നിശ്ചലാവുമ്പോഴാണ് ആനന്ദം എനിക്ക് അനുഭവപ്പെടുന്നത്. ആനന്ദം എന്ന് പറഞ്ഞാൽ ആത്മാവിൻ്റെ മാത്രം സ്വഭാവമാണ്. അപ്പോൾ എപ്പോഴൊക്കെ ഞാൻ ആനന്ദിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ മനസ്സ് നിശ്ചലായ സമയത്ത് ആത്മാവിൻ്റെ വെളിപാട് എനിക്കുണ്ടായതാണ്. ഇപ്പോൾ നല്ല പഞ്ചാര പായസം കഴിക്കുന്ന സമയത്ത് എനിക്ക് ആനന്ദം തോന്നുമെങ്കിൽ ആ പായസം കുടിക്കുമ്പോൾ അത്രയും സമയം മനസ്സ് നിശ്ചലമായിട്ടിരിക്കുന്നു അർത്ഥമാണ്. അപ്പോൾ ആനന്ദം അനുഭവപ്പെടുന്നത് ആത്മാവിൻ്റെയാണ്, എന്തൊക്കെ നമ്മളുണ്ടെങ്കിലും. അതുകൊണ്ട് നമ്മൾ തമ്മിലുള്ള കൂട്ടുജീവിതത്തിൽ ചില സമയത്ത് എനിക്ക് ആനന്ദം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെൻ്റെ മനസ്സിൻ്റെ നിശ്ചലാവസ്ഥയിൽ എനിക്ക് തോന്നിയ ആത്മാവിൻ്റെതായിട്ടുള്ള പ്രകടനമാണ്. അതുകൊണ്ട് ഇപ്പം എനിക്ക് അറിയാം, പദാർത്ഥങ്ങളൊന്നും ആശ്രയിക്കാതെ തന്നെ സ്വസ്ഥമായിട്ടിരുന്ന മനസ്സ് തനിയെ നിശ്ചലമായി കഴിഞ്ഞാൽ ആത്മാവിൻ്റെ പൂർണ്ണ രൂപം എനിക്ക് അനുഭവിക്കാൻ പറ്റും, ആനന്ദസ്വരൂപം. അതുകൊണ്ട് അതെനിക്ക് ബോധ്യമായി, ഞാനതിന് പോകാമെന്ന് പറഞ്ഞപ്പോഴേക്ക് മൈത്രേയി ആ സങ്കല്പത്തിൽ തന്നെ സങ്കല്പന ഇതായിട്ടുള്ള ആ മനസ്സ് നിശ്ചലമായിട്ട് പിന്നെ ആത്മാവിൻ്റെതായിട്ടുള്ള ആനന്ദം പൂർണ്ണമായിട്ട് അനുഭവപ്പെട്ടു എന്നാണ്. എന്നിട്ട് ഉടനെ ഭർത്താവിനെ അനുഗ്രഹിച്ച് അയക്കുകയാണ്, വേഗത്തിൽ സാധിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അയക്കുന്നൊരു രംഗമുണ്ട്. അപ്പം അങ്ങനെ നിശ്ചലത്വം അങ്ങനെ ആസനം ബന്ധിച്ചിരുന്ന് ശുഖബ്രഹ്മർഷി ഹിമാലയത്തിൽ ഇരുന്ന് അദ്ദേഹത്തിൻ്റെ ആ നിശ്ചലത്വം വന്നു, ജീവത്വം പോയി, ആത്മതത്വം തെളിഞ്ഞ് അദ്ദേഹം ദേഹാതീതനായി മാറുകയാണ്. അങ്ങനെ സമാധിയായി എന്ന് കേട്ട സമയത്ത് വേദവ്യാസ മഹർഷി ഓടിച്ചെന്ന് അദ്ദേഹത്തിന് സമാധി അടക്കം ചെയ്തൊക്കെ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന് ആകെ വിഷമായി, ഉറക്കെ കരഞ്ഞു എന്നാണ്. മകൻ്റെ വിയോഗത്തിൽ പൊട്ടിക്കരഞ്ഞു. ഗുഹയിലിരിക്കുന്നതായുള്ള മഹർഷിമാരൊക്കെ ഓടി വന്ന് നോക്കുമ്പോൾ പുത്രവിയോഗത്തിൽ കരയുന്നതായുള്ള വ്യാസനെ കണ്ടത്. അപ്പോൾ അവരെല്ലാം പറഞ്ഞു, മഹാഭാരതം 1,25,000 ശ്ലോകത്തിൽ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ചില അറിവുകളും കൂടി ഉണ്ട്, അതും കൂടി തന്നിട്ട് അടിയങ്ങളുടെ അറിവിനെ പൂർണ്ണമാക്കുന്നതായിട്ടുള്ള ഈ മഹാത്മ്യം ഞങ്ങൾ വേണ്ടതുപോലെ ധരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവർ തിരിച്ചു പോയി എന്നാണ്. അങ്ങനെ ആശ്രമത്തിൽ ചെന്ന സമയത്ത് വൈശമ്പായനും സുമന്തും എല്ലാവരും പോയിരിക്കുകയാണ്. ആ സമയത്ത് സഹിക്കാൻ കഴിയാതെ അങ്ങനെ ഇരുന്ന സമയത്ത് അമ്മ പറഞ്ഞ ഓർമ്മ വന്നു. അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മോനെ നിനക്ക് എപ്പോഴാണോ എൻ്റെ ആവശ്യം വെച്ചാൽ അന്നേരം വന്നോളൂ, ഞാൻ ഇവിടെ പർണശാലയിൽ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓടി അമ്മയുടെ മടിയിലേക്ക് തല കമിഴ്ത്ത് അടിച്ച് വീണു, ഉറക്കെ കരഞ്ഞ സമയത്ത് അമ്മ പുറത്തിങ്ങനെ തലോടിയിട്ട് പറഞ്ഞു, മോനെ നീ എന്തൊക്കെയോ ധരിച്ചു, നിൻ്റെ മനസ്സിൽ എന്തൊക്കെയോ തോന്നി, അതൊക്കെ നീ എഴുതിയുണ്ടാക്കി, അതെല്ലാം ശാസ്ത്രങ്ങളാണെന്ന് വിചാരിച്ച് അത് എന്ന് നീ വിചാരിക്കുന്നു. പക്ഷെ ഇതൊക്കെ നിൻ്റെ മനസ്സിലെ തോന്നലുകൾ മാത്രമാണ്. ഇതൊന്നും വാസ്തവത്തിൽ എന്താണെന്ന് ആർക്കും ഇന്ന് വരെ അറിയില്ല. ബ്രഹ്മാണ്ടത്തിൻ്റെ കാര്യങ്ങളൊന്നും ആർക്കും അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ആർക്കൊന്നും പറയാനും പറ്റില്ല, ചിന്തിച്ചാൽ കിട്ടില്ല. പക്ഷേ 3 വാചകങ്ങൾ പറയാൻ പറ്റും. എന്താണ്? എന്തൊക്കെയോ എന്ന് പറയാൻ പറ്റും, എന്തിനൊക്കെയോ എന്ന് പറയാൻ പറ്റും, എങ്ങനെയൊക്കെയോ എന്ന് പറയാൻ പറ്റും. ഈ 3 വാചകങ്ങളെ ഈ ബ്രഹ്മാണ്ടത്തെക്കുറിച്ച് പറയാൻ കഴിയുള്ളൂ. നമ്മളെ മാണ്ഡൂക്യോപനിഷത്തിലെ 7-ാം മന്ത്രത്തിലുണ്ടല്ലോ, ന അന്തഃപ്രജ്ഞം ന വൈപ്രജ്ഞം ന ഉഭയതപ്രജ്ഞം ന പ്രജ്ഞാനഘനം ന പ്രജ്ഞം ന അപ്രജ്ഞം. 6 അവ്യവഹാര്യം അഗ്രാഹ്യം അലക്ഷണം അചിന്യം അവ്യപദേശം ഏകാത്മപ്രത്യസാരം പ്രപഞ്ചവശമം ശാന്തം ശിവം അദ്വൈതം ചതുർത്ഥം മന്യന്തേ സ ആത്മാ സ വിജ്ഞാനം. അങ്ങനെയുള്ള ആത്മാവാണ് അറിയപ്പെടേണ്ടതെന്ന് പറയുന്നു. അപ്പോൾ നമ്മളെ 6 ബോധമണ്ഡലങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഈ 6 ബോധമണ്ഡലങ്ങളെ കൊണ്ടും അറിയാൻ കഴിയാത്തതാണെന്ന് പറഞ്ഞു. അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥയാണെന്ന് പറയുന്നു. അപ്പോൾ അതുകൊണ്ട് അതാണ് പിന്നെ ഇദ്ദേഹത്തിൻ്റെ അമ്മ, അതായത് വേദവ്യാസൻ്റെ അമ്മ പറഞ്ഞു ബോധിപ്പത്. എന്തൊക്കെയോ എന്ന് പറയാം, എങ്ങനെയൊക്കെയോ എന്ന് പറയാം, എന്തിനൊക്കെയോ എന്ന് പറയാം, അത്രേ പറയാൻ പറ്റുള്ളൂ, മറ്റൊന്നും പറയാൻ പറ്റില്ല എന്ന് പറയണം. ഈ ബോധമണ്ഡലം കൊണ്ടൊന്നും ഗ്രഹിക്കാൻ കഴിയാത്തതാണെന്ന് അർത്ഥമാണ്.
അപ്പോൾ സ്വപ്നത്തിൽ നമുക്ക് എന്തെല്ലാം പറഞ്ഞു തന്നാലും ജാഗ്രത അവസ്ഥയിൽ വരുമ്പോൾ അതൊന്നും നമുക്ക് ബാധകമല്ലാത്ത മാതിരി അതുപോലെയാണ്. അങ്ങനെ അദ്ദേഹം ശുഗർ മഹർഷി അങ്ങനെ ദേഹാതീതനായതിന് ശേഷം തേജസ്വരൂപമായിട്ട് സഞ്ചരിക്കുകയാണ്. ആ സമയത്താണ് ഒരു കരച്ചിൽ കേൾക്കുകയാണ്. അത് വളരെ ക്വാളിഫൈഡ് ക്രൈ എന്ന് പറയില്ലേ, വളരെയധികം എന്തോ ഒരു അത്യാവശ്യം ഉള്ള കരച്ചിലാണ്. ഓരോ കരച്ചിൽ കേട്ടാലും നമുക്കറിയാം. ആസ്പത്രിയിൽ പലതരം കരച്ചിൽ കേട്ട് എനിക്കറിയാം. എല്ല് പൊട്ടിയാൽ അയാൾ കരയുന്ന ഒരു പ്രത്യേക തരത്തിലാണ്. പ്രസവത്തിന് കിടക്കുന്ന സ്ത്രീകൾ വേറെ വിധത്തിലാണ് കരയാം. ചെവി വേദനക്കാരുടെ കരച്ചിൽ ഒരു വിധമാണ്, പല്ലുവേദനക്കാരുടെ കരച്ചിൽ, പിന്നെ തലവേദന, നെഞ്ചുവേദന, വയറുവേദന, ഇതിനൊക്കെ കരച്ചിൽ കേട്ടാൽ അറിയാം ഒരു ഇന്ന രോഗിയാവുന്നുള്ളത്. കുട്ടികൾ കരയുമ്പോൾ അമ്മയ്ക്കറിയാം. രാമകൃഷ്ണദേവൻ പറയാലോ, കുട്ടികൾ കരയുന്ന കേട്ടാൽ അത് കള്ളക്കരച്ചിലാന്ന് പറഞ്ഞിട്ട് അമ്മ മൈൻഡ് ചെയ്യില്ല. പക്ഷേ ചില ഗൗരവമായിട്ടുള്ള കരച്ചിൽ കേട്ടാൽ അമ്മ അപ്പം എല്ലാ സാധനം ഇട്ട് ഓടിച്ചെല്ലുന്ന, കട്ടുമ്പോൾ മറ്റോ കുത്തിക്കഴിഞ്ഞാലുള്ള കരച്ചിൽ വേറെ തന്നെ അമ്മമാർക്ക് അറിയാം. അതുപോലെ ഈ ഒരു കരച്ചിൽ കേട്ട സമയത്ത് പരീക്ഷത്തിൻ്റെ കരച്ചിലായിരുന്നു അത്. പരീക്ഷത്ത് രാജാവ് ദാഹിച്ച് വലഞ്ഞ് കാട്ടിക്കുളം നടക്കുന്ന സമയത്ത് ഒരു ശമീക മഹർഷി തപസ് ചെയ്യുന്ന കണ്ടു. അവിടെ ചെന്നു. ഇന്ന് വെള്ളം ചോദിച്ച സമയത്ത്, വെള്ളമുള്ള സ്ഥലം ചോദിച്ച സമയത്ത് മഹർഷി നിർവികൽപ്പ സമാധിയിലാവുകൊണ്ട് ഇതൊന്നും അറിഞ്ഞില്ല. അദ്ദേഹത്തിന് വലിയ അറിയാത്തതുകൊണ്ട് ഇദ്ദേഹത്തിന് കോപം വന്നു. പെട്ടെന്ന് രാജാവല്ലേ, രജോഗുണം ഉണ്ടല്ലോ, കോപം വന്നു കഴിഞ്ഞിട്ട് ഏതായാലും ശിവൻ്റെ മാതിരി ഇരിക്കുകയല്ല, അത് പൂർണ്ണമായിക്കോട്ടെ എന്ന് പറഞ്ഞാൽ അവിടെ ചത്ത പാമ്പുണ്ടായിരുന്നു. അതിന് തലയിൽ കൂടെ കഴുത്തിൽ കൂടെ ഇട്ടിട്ട് അദ്ദേഹം പോവുകയും ചെയ്തു. പോയി കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് അദ്ദേഹത്തിന് തന്നെ കുറ്റബോധം ഒന്നും വേണ്ടിയില്ലായിരുന്നു എന്നൊക്കെ വിചാരിച്ച് സങ്കടപ്പെട്ടാണ് പോയത്. ഋഷികുമാരൻ കുളി കഴിഞ്ഞ് വന്ന സമയത്ത് ഈ ചത്തപാമ്പിനെ കണ്ടപ്പോൾ ആരാ ചെയ്തെന്ന് വെച്ചാൽ അയാൾ നിന്ന് തൊട്ട് 7-ാം ദിവസം പാമ്പ് കടിച്ച് മരിക്കട്ടെ എന്ന് പറഞ്ഞ് ശാപം കൊടുത്തു. അത് കേട്ടുകൊണ്ടാണ് മഹർഷി ഉണർന്ന്. മഹർഷി പറഞ്ഞു, പരിചയായിരുന്നു മോനെ, അദ്ദേഹം രാജാവാണ്, രജോഗുണക്കാരനാണ്, അദ്ദേഹത്തിന് ഇത് അവരുടെ സ്വഭാവമാണ്. പക്ഷെ നമ്മളൊക്കെ യമനിയമാദികൾ അനുസരിക്കുന്നവരാണ്. അതുകൊണ്ട് നമ്മുടെ സ്വഭാവമാണ് നമ്മൾ കാണിക്കേണ്ടിയിരുന്നത്. നീ ആ പറഞ്ഞത് ശരിയായില്ല, ഏതായാലും പറഞ്ഞ സ്ഥിതിക്ക് വലിക്കാതിരിക്കില്ല, നീ വേഗം ചെന്ന് വിവരം അറിയിക്കുകയും അതിനുള്ള പരിഹാരം എന്താ വെച്ചാൽ ചെയ്തോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ചെന്ന് വിവരം അറിയിച്ചോടുകൂടി അദ്ദേഹം അല്ലെങ്കിലേ കുറ്റബോധത്തോടുകൂടി ഇരിക്കുകയാണ്. ഇത് കേട്ട സമയത്ത് പെട്ടെന്ന് പ്രായോപവേശം ചെയ്യാൻ തീരുമാനിച്ചു. പ്രായോപവേശം എന്ന് പറഞ്ഞാൽ എന്താന്ന് ഒരു ഹിമാലയൻ മഹർഷി, ഹിമാലയത്തിലൊരു വലിയ യോഗീശ്വരൻ ഒരിക്കൽ പറഞ്ഞു തരേണ്ടായി. ഇതും കൂടി കേട്ടോളൂ എന്ന് പറഞ്ഞിട്ട് കേൾപ്പിക്കരുത്. അത് പ്രായോപവേശം അത് ആത്മഹത്യയിൽ പെടില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ അദ്ദേഹം പട്ടാഭിഷിമാരെയും മന്ത്രിമാരെയൊക്കെ വിളിച്ചിട്ട് അവരെന്തിനാണോ അദ്ദേഹത്തെ ബഹുമാനിച്ചിരുന്നത് അതൊക്കെ അവർക്ക് കൊടുത്തിട്ട് അവസാനം ഒരു സ്തൂപത്തിൽ ഇരുന്നിട്ട് പണ്ഡിതന്മാരൊക്കെ വരുത്തി എന്നൊക്കെ പറയുന്ന ശാസ്ത്രങ്ങളുണ്ട്. പണ്ഡിതന്മാരെ വരുത്തി എനിക്ക് 7 ദിവസമേ ഉള്ളൂ, ഒന്നും തന്നെ ചെയ്യാൻ എനിക്ക് സമയമില്ല, അതുകൊണ്ട് 7 ദിവസം കൊണ്ട് രക്ഷപ്പെടാൻ എന്തുണ്ട് മാർഗ്ഗം ഉപദേശിക്കണം എന്ന് പറഞ്ഞപ്പോൾ അവരവരുടെ കർമ്മഫലം അവനവൻ അനുഭവിച്ചേ വരൂ, അതിന് യാതൊരു തരത്തിലും രക്ഷപ്പെടാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോഴാണ് എന്നെ രക്ഷിക്കാൻ ആരുമില്ലേ എന്ന് പറഞ്ഞു ആകാശം നോക്കൊക്കെ കരയാണ്. ആ കരച്ചിൽ കേട്ടുകൊണ്ടാണ് ബ്രഹ്മർഷി അവിടെ ശുഗർ മഹർഷി അവിടെ ചെന്നത്. എന്താണ് ചോദിച്ചപ്പോൾ ഇങ്ങനെ സംഗതി ഇതാണ്. അപ്പോൾ എന്താണ്? മരണഭയമാണ്. അപ്പോൾ ശുഗർ മഹർഷി പറഞ്ഞു, പേടിക്കേണ്ട, ഞാൻ രക്ഷപ്പെടുത്തി തരാമെന്ന് പറഞ്ഞു. ഇത്രയും തേജസ്വിയായിട്ടുള്ള ഒരാൾ രക്ഷപ്പെടുത്തി തരാമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വളരെയധികം വിശ്വാസം വന്നു. അങ്ങനെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ആഹസ് പറയാൻ തുടങ്ങി. എന്താ പറഞ്ഞത്? ആദ്യം തന്നെ ഇൻട്രഡക്ഷൻ പറഞ്ഞെന്താണ്? മഹാരാജ, അങ്ങ് വിചാരിക്കുന്നു ഞാൻ ശമീക മഹർഷിയുടെ കഴുത്തിൽ ചത്ത പാമ്പിനെ ഇട്ടു, ആ കർമ്മഫലമായിട്ട് എന്നെ പാമ്പ് വന്ന് കൊത്തും, ഞാൻ ചാവും, അങ്ങനെയല്ലേ ഇപ്പം അങ്ങ് ധരിച്ചിരിക്കുന്നു? അങ്ങ് ധരിച്ച് അബദ്ധജടിലാണ്. അങ്ങനെയൊന്നും അല്ല ധരിക്കേണ്ടത്. ഞാൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ശരീരം മനസ്സും അല്ല, ആത്മാവാണ്. ഈ ആത്മാവ് കർമ്മം ചെയ്യുന്നില്ല, ശരീരം മനസ്സുമാണ് കർമ്മം ചെയ്യുന്നത്. കർമ്മം ചെയ്യുമ്പോൾ അതിന് സാക്ഷിയായിട്ട് നിൽക്കുകയാണ്, കർമ്മമായിട്ട് യാതൊരു ബന്ധവുമല്ല. കർമ്മഫലമായിട്ട് പാമ്പ് വന്ന് കുത്തുന്നത് ശരീരത്തെയാണ്, ശരീരം മനസ്സുമാണ് അത് അനുഭവിക്കുന്നത്. അപ്പോഴും അതിനും സാക്ഷിയായിട്ട് നിൽക്കുന്നത് നിങ്ങൾ, അതിലും യാതൊരു ഭാഗമാക്കാവുന്നില്ല. അതുകൊണ്ട് ഞാൻ എന്ന് പറയുന്ന ആത്മാവാണ്, കർമ്മം ചെയ്യുന്നില്ല, കർമ്മഫലം അനുഭവിക്കുന്നുമില്ല. അതുകൊണ്ട് കർമ്മം ചെയ്യുന്നു, കർമ്മഫലം അനുഭവിക്കുന്നു എന്നുള്ള തെറ്റിദ്ധാരണ അങ്ങേക്ക് ശരീരം മനസ്സുമാണ് ഞാൻ എന്നുള്ള തെറ്റിദ്ധാരണയിൽ നിന്ന് വന്നതാണ്. അതുകൊണ്ട് ഞാൻ അങ്ങ് ശരീരം മനസ്സും അല്ല, ആത്മാവാണെന്ന് ബോധ്യപ്പെടുത്തി തരാം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വലിയ സമാധാനമായി. അതോടുകൂടി അങ്ങേക്ക് ഇതിൽ യാതൊരു റോളും ഇല്ല എന്ന് മനസ്സിലാവും. അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ ആദ്യം തന്നെ എന്താണ്? പഞ്ചഭൂതാത്മകമായ പ്രപഞ്ചം ഈ വസ്തുക്കളല്ല ഞാൻ എന്ന് ബോധ്യപ്പെടുന്ന കഥകളാണ്. അതോടുകൂടി അവിടുന്ന് മനസ്സ് പിൻവാങ്ങി, ബോധം പിൻവാങ്ങി. അതായത് അടിയന്തരമായിട്ടൊരു ആളെ കാണാൻ പോവാണ്. കാണാൻ പോകുമ്പോൾ ഇതാണോ? അതല്ല. അപ്പം മറ്റേ ഗേറ്റ് കണ്ടപ്പോൾ അങ്ങോട്ട് ഓടി, അതല്ല എന്ന് പറഞ്ഞു അവിടുന്ന് പോന്നു. പിന്നെ കാണുന്ന ഗേറ്റിലൊക്കെ ഓടി കയറുകയാണ്, കാരണം അത്രയും അടിയന്തരമായിട്ട് കാര്യമാണ്. അപ്പോൾ അതല്ല എന്ന് പറയുമ്പോൾ ഉടനെ അവിടുന്ന് മടങ്ങി. അതുപോലെ പഞ്ചഭൂതാത്മകമായ പ്രപഞ്ചം അല്ല, വസ്തുക്കളല്ല ഞാൻ എന്ന് തെളിയിക്കുന്ന കഥ കേട്ടതോടുകൂടി പരീക്ഷത്തിൻ്റെ ബോധം അവിടുന്ന് പിൻവാങ്ങി. അതിൻ്റെ ശേഷം പിന്നെ
ഇന്ദ്രിയങ്ങളോടുകൂടി ശരീരമല്ല എന്ന് തെളിയിക്കുന്ന കഥകൾ കേട്ട സമയത്ത് അവിടുന്നും ബോധം പിൻവാങ്ങി. മനസ്സല്ല എന്ന് തെളിയിക്കുന്ന കഥകൾ കേട്ടപ്പോൾ അവിടുന്നും പിൻവാങ്ങി. അവസാനം ബുദ്ധിയല്ല എന്ന കഥകൾ കേൾക്കുന്നതോടുകൂടി അവിടുന്ന് പിൻവാങ്ങിയപ്പോൾ പിന്നെ ആത്മാവാണ്. അതായത് ഇന്ദ്രിയാണി പരാന്യാഹു ഇന്ദ്രിയഭ്യ പരമന മനസ്സസ്തു പരാബുദ്ധി യോ ബുദ്ധേ പരതസ്വ സഹ. ആത്മാവാണ്. അപ്പോൾ സ്വയം പ്രകാശമാനമായിട്ടുള്ള ആത്മാവ് ആണ് അന്തര്യാമയായിട്ടിരിക്കുന്നു. അത് ബുദ്ധിക്ക് അന്തര്യാമയായിട്ടിരിക്കും. ബുദ്ധിയിലെ ജ്ഞാനജ്ഞാനം പുറത്തേക്ക് കാണുന്നു. മനസ്സിന് അന്തര്യാമയായിരിക്കും. മനസ്സിലുള്ള രാഗദ്വേഷ കാമക്രോധാദികൾ പുറത്തേക്ക് അനുഭവമാകുന്നു. ശരീരത്തിലിരിക്കുമ്പോൾ വിശപ്പ് ദാഹ രോഗം മുതലായതൊക്കെ പുറത്തേക്ക് പ്രകാശിക്കുന്നു. പഞ്ചഭൂതങ്ങൾക്കും അന്തര്യാമയായതുകൊണ്ട് അവരുടെ കളറും ഷേപ്പും ഒക്കെ പുറത്തേക്ക് തിളങ്ങിക്കാണുന്നു. അപ്പോൾ അന്തര്യാമയായിട്ടുള്ള ആത്മാവിനെ കൊണ്ടാണ് ഇതൊക്കെ തിളങ്ങുന്നു എന്നാണ്. അത്ര സൂര്യോ ഭാതീന ചന്ദ്രതാരകം നേമ വിദ്യുതോ ഭാന്തി കുതോയ മുഖിനി തമേവ ഭാന്തം അനുഭാതി സർവം തസ്യ ഭാഷ സർവം ഇത് ഭാതി എന്നാണ്. അതിൻ്റെ പ്രകാശം കൊണ്ടാണ് ബാക്കിയൊക്കെ എല്ലാം പ്രകാശിക്കുന്നത്. അങ്ങനെ പരീക്ഷത്തിന് ബോധം പിൻവാങ്ങി ഇന്ദ്രിയാണി പരാന്യാഹു ഇന്ദ്രിയ പരമന മനസ്സസ്തു പരാബുദ്ധി യോഗുദ്ധ്യ പരസ്വ എന്ന് പറഞ്ഞ സമയത്ത് സഹ എന്നുള്ള അവസ്ഥയിലെത്തി. ഞാൻ ആത്മാവെന്നുള്ള ബോധം തെളിഞ്ഞു. ശ്രവണം മാത്രമേ. അപ്പോൾ എന്താ ഭാഗവതം എന്ന് വെച്ചാൽ മരണഭയത്തിനുള്ള ശ്രവണ ഔഷധം ആണ്. അപ്പോൾ ആ ഔഷധം കേൾപ്പിച്ച സമയത്ത് അത് കേൾക്കുന്ന മാത്രമേ തന്നെ അത് അനുഭവപ്പെടുകയും ചെയ്യുകയാണ് അദ്ദേഹത്തിനുണ്ടായത്. അതോടുകൂടി അദ്ദേഹം മുഖപുരുഷനായി. ഞാൻ ആത്മാവെന്നുള്ള ബോധോദയം ഉണ്ടായി. ശരീരം മനസ്സും അല്ല. കർമ്മം ചെയ്യുന്ന ശരീരം മനസ്സുകളാണ്. അതിൻ്റെ ഫലം അനുഭവിക്കുന്ന ശരീരം മനസ്സുമാണ്. ഇതിനൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന ദൃഷ്ടാവ് മാത്രമാണ് ഞാൻ. അപ്പോൾ ദൃഷ്ടാവ് എന്ന് പറഞ്ഞാൽ ഈ പഞ്ചഭൂതങ്ങൾ ദൃഷ്ടാവാണ്, ദൃശ്യങ്ങളാണ്. ആ ദൃശ്യങ്ങളിൽ നിന്നുണ്ടായതാണ് ശരീരം. അതുകൊണ്ട് ശരീരവും ദൃശ്യമാണ്. ആ ശരീരത്തിൻ്റെ സൂക്ഷ്മാംശമാണ് മനസ്സ്, അതും ദൃശ്യമാണ്. ആ പിന്നെ മനസ്സിൻ്റെ സൂക്ഷ്മാംശമാണ് ബുദ്ധി, അതും ദൃശ്യത്തിൽപ്പെട്ടാണ്. അതുകൊണ്ട് പഞ്ചഭൂതങ്ങൾ ശരീരം മനസ്സ് ബുദ്ധി വരെ ദൃശ്യങ്ങളാണ്. അതൊന്നും ദൃഷ്ടാവിനെ ബാധിക്കുന്നില്ല. അപ്പോൾ ദൃഷ്ടാവ് എന്ന് പറഞ്ഞാൽ ആത്മാവാണ്. ആത്മാവിനെ കണ്ട് രസിക്കാനുള്ളതാണ്. അനന്തശിവന് വൃത്തിയിൽ അന്തർലീനമായുള്ള അനന്ത വൈവിധ്യങ്ങളെ ചലനങ്ങളിലൂടെ പ്രകടമാക്കി കണ്ട് രസിക്കാനുള്ള അതിൻ്റെ തന്നെ പദ്ധതി എന്നാണ് വേദത്തിലൊക്കെ പറയാം. അത് കണ്ട് രസിക്കുക. അപ്പോൾ നമ്മൾ ആത്മാവാണെങ്കിൽ, നമ്മൾ ദൃഷ്ടാവാണെങ്കിൽ ദൃശ്യങ്ങളെ കണ്ട് രസിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. കാഴ്ചബംഗ്ലാവ് പോയാൽ മൃഗങ്ങളൊക്കെ കണ്ട് രസിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. കാരണം എന്താണ്? മൃഗങ്ങളൊക്കെ കൂട്ടിലാണ്, നമ്മളെ ബാധിക്കില്ല. അതുകൊണ്ടാണ് രസിക്കാൻ പറ്റുന്നത്. കാരണം കുറച്ച് കാട്ടിൽ പോകുന്ന സമയത്ത് ഒരു ആനയുടെ വാസന കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ആർട്ടടി വർത്തിക്കും. അല്ലെങ്കിൽ ഒരു പുലിയുടെ ശബ്ദമോ മറ്റോ കേട്ടാൽ നമുക്ക് ആകെ പേടിയാവും. നേരെ കുറച്ച് ഇവിടെ ചെന്നാൽ അവരുടെ ശബ്ദിക്കുന്നൊക്കെ കണ്ടാവും കൗതുകമാണ്. കാരണം നമ്മളെ ബാധിക്കില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ദൃഷ്ടാവാണ്. ഈ പ്രപഞ്ചം നമ്മളെ ബാധിക്കില്ല എന്ന് കാണണം. അന്ന് മുതലേ ഇത് രസിക്കാനുള്ള പദ്ധതി നമുക്കുള്ളൂ. അതുകൊണ്ടാണ് ഭോഗം അപവർഗം എന്ന് പറഞ്ഞ 2 വാക്കിൽ ഇതൊക്കെ ഒതുക്കി പറയുന്നതാണ്. അപ്പം അങ്ങനെ ശുകമഹർഷി ഇവർ തമ്മിലുള്ള ആ സംവാദം കഴിഞ്ഞു. അതോടുകൂടി അദ്ദേഹത്തിന് മുക്തിയായിരുന്നാണ്. ഇനി ഭാഗവതത്തിൻ്റെ ആദ്യ ഭാഗത്ത് എങ്ങനെയാണ് ഭാഗവതം കേൾക്കേണ്ടതെന്ന് പറയാൻ വേണ്ടി പറയുന്നുണ്ട്. അതായത് ശ്രീകൃഷ്ണ ഭഗവാന്റെ അന്തർധാനത്തോടു കൂടി കലിബാധ തുടങ്ങി കലിയെ കണ്ട് രസിക്കാൻ കലിയുടെ പദ്ധതി എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടി നാരദ മഹർഷി ലോകം മുഴുവൻ ചുറ്റുന്ന സമയത്ത് ഒരു സ്ത്രീയുടെ കരച്ചിൽ കേട്ടു. അവിടെ ഇറങ്ങിയ സമയത്ത് ഭക്തി ദേവിയാണ്. അതിൻ്റെ അപ്പുറം 2 വയസ്സന്മാരായിട്ടുള്ള കുട്ടികൾ കിടക്കുന്നു. തോഴിമാർ വളരെയധികം അവശ്യ നിലയിൽ കിടക്കുന്നു. അപ്പോൾ ഭക്തി ദേവി പറയാണ്, ഇതെൻ്റെ മക്കളാണ്, ജ്ഞാനവൈരാഗ്യമാണ്, ഞാൻ ഭക്തിയാണ്. കലികാലം വന്നതോടുകൂടി ഞങ്ങളാർക്കും വേണ്ട. എന്താ ഞങ്ങൾക്ക് യാതൊരു ഗതിയില്ല, ഞങ്ങൾക്ക് എന്തുണ്ട് മാർഗം എന്ന് പറഞ്ഞു. എന്താ ഞങ്ങൾക്ക് രക്ഷ എന്ന് പറഞ്ഞപ്പോൾ അശരീരം ഉണ്ടായെന്നാണ്, സൽക്കർമ്മം ചെയ്താൽ മതിയെന്ന്. ഉടനെ ഭക്തിദേവി പറഞ്ഞു, മഹർഷിയെ എന്നാൽ സൽക്കർമ്മം എന്താണെന്ന് പറഞ്ഞു തരുമെന്ന്. അപ്പോൾ നാരദ മഹർഷി പറയാണ്, സൽക്കർമ്മം എന്താണെന്ന് എനിക്കറിയാം, പറയാനും അറിയാം. പക്ഷേ അങ്ങയുടെ ഈ ഗതികേട്, അതായത് ഇപ്പോഴുള്ള ഈ പ്രശ്നത്തിന് പരിഹാരമായിട്ട് എങ്ങനെയാണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല എന്ന് പറയും. അതായത് എല്ലാ ശാസ്ത്രത്തിനും 2 വശങ്ങളുണ്ട്. അതായത് തത്വശാസ്ത്രം, പിന്നെ ഈ അതിൻ്റെ പ്രയോഗശാസ്ത്രം. പ്രയോഗശാസ്ത്രം എന്ന് പറഞ്ഞാൽ പ്രയോഗം, അനുഭവത്തിൽ വരുത്തുന്നതായിട്ടുള്ള ഇതാണ് പ്രയോഗശാസ്ത്രം. പതഞ്ജലി യോഗസൂത്രമൊക്കെ വായിച്ച് നോക്കിയാൽ അവർക്ക് തത്വശാസ്ത്രമാണ്. പക്ഷേ പ്രയോഗശാസ്ത്രം പറഞ്ഞിട്ടില്ല. അത് ഏതെങ്കിലും ഗുരുവിൻ്റെ അടുത്ത് ചെന്നാൽ ഗുരുവാ പറഞ്ഞുതരാം പ്രയോഗശാസ്ത്രം. ഹിപ്നോട്ടിസൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഗുരു പറയും, ഇനി നീ ചെയ്താൽ മതി കേട്ടോ, ശരിയാവും എന്ന് പറഞ്ഞു. അയാൾ ഉറങ്ങുമെന്ന് പറഞ്ഞാൽ ഉറങ്ങും. അത് ഒരു ഇത് കിട്ടാനുണ്ട്, ഒരു ഗുരുവിൻ്റെ ഒരു അനുവാദം കിട്ടാനുണ്ട്. അപ്പോൾ സർട്ടിഫിക്കറ്റ് കിട്ടിയാലല്ലേ നമുക്കൊരു ഡിഗ്രിക്കാരനാണെന്ന് പറയാൻ പറ്റുള്ളൂ. അതുപോലെ അപ്പോൾ അതുപോലെ ഇവിടെ ഇത് പറഞ്ഞു കൊടുക്കാൻ പ്രയോഗശാസ്ത്രം അറിയില്ല എന്ന് നാരദൻ പറയാണ്. നാരദ മഹർഷി പറയാണ്, ഞാൻ പോയി നോക്കട്ടെ, ആരോടെങ്കിലും ചോദിച്ചറിഞ്ഞ് വന്ന് പറഞ്ഞുതരാം. അങ്ങനെ ഇപ്പോൾ ചോദിക്കുന്നവരൊക്കെ അവർക്കൊക്കെ നാരദ മഹർഷിയൊക്കെ പറയുന്നത് കേട്ടിട്ടാണ് ഞങ്ങൾക്കിത് അറിയാമെന്നുള്ള വ്യാമോഹത്തിലിരിക്കുന്നത്. അങ്ങേക്ക് അറിയില്ലെങ്കിൽ പിന്നെ ഞങ്ങളുടെ അറിവൊക്കെ അടിസ്ഥാനം ഇതാണ് നല്ല ധരിക്കേണ്ടതെന്ന് പറഞ്ഞ് അങ്ങനെ പോയി. അവസാനം ഈ ബദ്രീവനത്തിൽ
സനൽകുമാര ഋഷിമാരുണ്ടല്ലോ, അവരെ കാണാം, അവർക്ക് സംശയം ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ അവിടെ ചെന്നു. എന്താ മഹർഷിയെന്ന് വെച്ച സമയത്ത് ഇങ്ങനെ ഈ സൽക്കർമ്മം എന്താണെന്നൊന്ന് അറിഞ്ഞാൽ തരക്കടില്ലായിരുന്നു. അപ്പോൾ സനൽകുമാര മഹർഷിമാർ പറയാം, അയ്യോ മഹർഷി, സൽക്കർമ്മം എന്താണെന്ന് പറഞ്ഞു തരാൻ പറ്റില്ല, പറഞ്ഞു കേട്ടാൽ വെറും മനസ്സിലാവില്ല, ബോധ്യമാവില്ല. എങ്കിലും ഞങ്ങളൊരു കാര്യം ചെയ്യാം, ഈ ഹരിദ്വാറിൽ വന്നിട്ട് അങ്ങേക്കൊരു സത്രം നടത്തി തരാം, ഭാഗവത സത്രം നടത്തിത്തരാം, അതൊന്ന് കേട്ട് നോക്കൂ, കേട്ട ഒരു പക്ഷേ ഉൾത്തിരിഞ്ഞ് വന്നു എന്ന് വരാം ഇതിൻ്റെ അർത്ഥം. അങ്ങനെ അവരപ്പം തന്നെ വന്ന് ബ്രഹ്മകുണ്ട് എന്ന് പറഞ്ഞ സ്ഥലത്ത് തന്നെ വന്നിട്ട് അവിടെ നിന്ന് ഭാഗവത സത്രം ഈശ്വരൻ്റെ, അതായത് ഭഗവാന്റെ അനന്തമഹിമകളെ വർണ്ണിക്കുന്നതായിട്ട് നിരവധി കഥ പറഞ്ഞു കൊടുത്ത സമയത്ത് പെട്ടെന്ന് മഹർഷിക്ക് ബോധോദയം ഉണ്ടായി, സൽക്കർമ്മം എന്താന്ന്. ഉടനെ ഭക്തിദേവിയുടെ അടുത്ത് വന്നുണ്ടായ സംഭവങ്ങളൊക്കെ പറഞ്ഞു, ഞാൻ കേട്ടതുപോലെ അങ്ങേക്ക് പറഞ്ഞുതരാം, കേട്ട് നോക്കുക, ഒരു പക്ഷേ ഉൾത്തിരിഞ്ഞ് വന്നു എന്ന് വരാം, വാക്കുകളിൽ പറയാൻ പറ്റില്ല. അങ്ങനെ ഇത് പറഞ്ഞു കേട്ട സമയത്ത് ഭക്തിദേവിയുടെ 2 മക്കൾ കൊച്ചു കുട്ടികളായി മാറി, തോഴിമാരുടെ ഈ അവശതയൊക്കെ മാറി, ഭക്തിദേവിക്കും വളരെയധികം ആനന്ദമായി എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താ ഇപ്പം ഉണ്ടായത്, അത് കേട്ട സമയത്ത് കേൾക്കുന്ന മാത്രമേ തന്നെ, അപ്പോൾ ഓരോ കഥകളല്ല കേട്ടത്, കഥകളുടെ ഇടയിലുള്ളതായ, അതായത് കഷ്ണം നുറുക്കിയിട്ട് കൂട്ടാനുണ്ടാക്കുന്ന സമയത്ത് അതിൽ എന്തിൻ്റെയാണ് ഈ സ്വാദ് എന്ന് പറഞ്ഞാൽ പറയാൻ പറ്റുമോ, അതിൻ്റെ അല്ല എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഭാഗവതം മുഴുവനും കേൾക്കുന്ന സമയത്ത് ഭാഗവത കഥകൾ മാത്രമല്ല, അതിൻ്റെ ഇടയിൽ ചില കാര്യങ്ങൾ ഊറി വരാണ്ട് നമ്മുടെ ഉള്ളിൽ, അതാണ് നമുക്ക് ബോധോദയം ഉണ്ടാക്കുന്നു എന്നർത്ഥമാണ്. പ്രയോഗശാസ്ത്രം എന്ന് പറഞ്ഞാൽ അതാണ് പ്രയോഗശാസ്ത്രം. അങ്ങനെ ഈ കഥ കേട്ടു. അതിൻ്റെ ശേഷം നമ്മൾ ഭാഗവതത്തിൽ നോക്കുകയെന്ന് വെച്ചാൽ ഒരുപാട് കഥകളുണ്ട് ഈ ഒരു ആശയത്തെ, അതായത് ശരീരം മനസ്സുമല്ല ആത്മാവാണ് ഞാൻ എന്ന് വീണ്ടും വീണ്ടും ബോധ്യപ്പെടുത്താനാണ്. അത് ഒരു കഥ പറഞ്ഞ് ആദ്യം മുതലേ പോന്ന് പിന്നെ വസ്തുക്കളിൽ നിന്ന് വിട്ട് ഇന്ദ്രിയങ്ങളിലെത്തിച്ചു, ഇന്ദ്രിയങ്ങളിൽ വിട്ട് മനസ്സിലെത്തിച്ചു, മനസ്സിൽ നിന്ന് ബുദ്ധിയിലെത്തിച്ചു, ബുദ്ധിയിൽ നിന്ന് ആത്മാവിലെത്തി. അത് കഴിഞ്ഞാൽ ആ കഥ കഴിഞ്ഞു. കഥ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ പിറ്റേ ദിവസം കാണാം പിന്നെയും അവിടെ തന്നെ. അപ്പോൾ വേറൊരു കഥയിൽ കൂടെ വരികയാണ്. ആ കഥയിൽ കൂടെ പറഞ്ഞിട്ട് ഇന്ദ്രിയാണി പരാന്യാഹു ഇന്ദ്രിയ പരമന മനസ്സത്തു പരാബുദ്ധിയോ ബുദ്ധിസുസ, അതിൽ കൂടി തെളിയിക്കുകയാണ്. അപ്പം നമുക്കൊരു ചെറിയൊരു വെളിപാടുണ്ടായി, ഒരു ഇടിമിന്നമാതിരി ഒരു ബോധോദയം ഉണ്ടായി, ഞാൻ ആത്മാവാണല്ലേ, ശരിയാണ്. അത് കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മൾ വീണ്ടും പോയി. അതായത് ഇതൊക്കെ സബീജ സമാധിയാണ് ഇതിലൊക്കെ ഉണ്ടാവുന്നത്, നിർബീജമല്ല. സബീജ സമാധി എന്ന് പറഞ്ഞാൽ ബീജം, സംസാരത്തിൻ്റെ ബീജം നശിച്ചിട്ടില്ല എന്നർത്ഥമാണ്. നശിച്ചില്ല, വീണ്ടും നമ്മൾ ലോകത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ അതേമാതിരി ആവും പിന്നെയും അർത്ഥമാണ്. അതുകൊണ്ട് യാതൊരു രക്ഷയില്ല. ശിവനോട് ചോദിച്ചു എന്താ മാർഗം എന്ന് വെച്ചപ്പോൾ അവസരങ്ങളെ, അതായത് സന്ദർഭങ്ങളെ ഒഴിവാക്കുക അല്ലാതെ പതനത്തിനെ ഒഴിവാക്കാൻ വേറും മറ്റു മാർഗങ്ങളില്ല എന്ന് പറഞ്ഞു ശിവൻ. തോഴിനോട് ഉപദേശിക്കുന്നതാണ്. ശങ്കരഭഗവത്പാദരോട് ചോദിച്ച ശിഷ്യന്മാർ അപ്പോൾ പറഞ്ഞു, ഊർദ്ധം വലിക്കുന്നവരെ ആരും സുരക്ഷിതരല്ല എന്ന് പറഞ്ഞു. മുഹമ്മദ് നബിയോട് ചോദിച്ചപ്പോൾ കഠിനമായ അധ്വാനം, തുടർച്ചയായിട്ട് പ്രാർത്ഥന, പട്ടിണി, ഈ 3 കൊണ്ടും മനസ്സിനെ അടക്കാം, അല്ലാതെ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് സന്ദർഭങ്ങൾ ഒഴിവാക്കുക മാത്രമേ നിവൃത്തിയുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഓരോ കഥകൾ പറഞ്ഞിട്ട് ഇതുവരെ എത്തിച്ചു കഴിഞ്ഞ് ആത്മാവാന്നുള്ളൊരു വഴിപാടുണ്ടായി പിന്നെയും പഴയ അവസ്ഥയിലേക്ക് പോകും. അങ്ങനെ വന്നും പോയിക്കൊണ്ടിരിക്കും. പിന്നെ കുറേ കഴിയുമ്പോൾ നമ്മളെ ഉത്തരവാദിത്തങ്ങൾ, അത്യാവശ്യ ഉത്തരവാദിത്തങ്ങളൊക്കെ തീർന്നാൽ നമുക്കൊരു ഗുരുവിൻ്റെ അടുത്ത് ചെല്ലാം. ഗുരുവിൻ്റെ അടുത്ത് ചെന്നാൽ ഗുരുവിൻ്റെ കണ്ണിൽക്കൂടെയുള്ള നോട്ടത്തിലും ശബ്ദത്തിലും നമ്മളെ അങ്ങ് കുടുക്കിയിടും. അതോടുകൂടി നമ്മൾ രക്ഷപ്പെടുന്നതാണ്. ഇപ്പോൾ കണ്ണുടെ വള്ളലാലിൻ്റെ തലയ്ക്ക് പിതൃജ്ഞാന സംബന്ധർ കൈവച്ചു, അനുഗ്രഹമൊക്കെ കൊടുത്തതിന് ശേഷം, ആ ഉപദേശങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം തലയിൽ കൈവച്ച സമയത്ത് 3 അനുഭവങ്ങളുണ്ടായിരുന്നതാണ്. നിഗമാഗമ കർമ്മങ്ങൾ നിർത്തിക്കൊള്ളാനുള്ള ആജ്ഞയായി തോന്നിയെന്നാണ്. പിന്നെ സഹസ്രാര പർവ്വതമുകുടത്തിൽ ചാർത്തുന്ന ഒരു അഭിഷേകമായിട്ട് അനുഭവപ്പെട്ടു എന്നാണ്. പിന്നെ അജ്ഞാന കൂരിരുട്ടിന് ഒരു ഭാസ്കരോദയമായിട്ട് അനുഭവപ്പെട്ടു. അങ്ങനെ 3 അനുഭവം ഉണ്ടായെന്ന് പറയാം. അപ്പോൾ അവരുടെ നോട്ടത്തിലും ശബ്ദത്തിലും നോക്ക്. ഞങ്ങൾ ഗംഗോത്രിയിൽ പോകുന്ന സമയത്ത് ഒരു നേപ്പാളി സന്യാസി പറഞ്ഞു, നിങ്ങൾ ഗംഗോത്രി പോവുകയാണെങ്കിൽ നിങ്ങൾക്കൊരു വലിയ ഭാഗ്യമുണ്ട്. അവിടുന്ന് 1 കിലോമീറ്റർ കിഴക്കോട്ട് നടന്നാൽ നദിയുടെ തീരത്തുകൂടെ പോകണം. അവിടെ വലിയൊരു പാറയുടെ പൊത്തിൽ ഒരു അംശയോഗിയുണ്ട്, അദ്ദേഹത്തും കാണാനുള്ള ഒരു മഹാഭാഗ്യം നിങ്ങൾക്ക് പറഞ്ഞു. ഞങ്ങൾ പോയി അദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞിട്ട് അവിടെ സാഷ്ടാംഗം നമസ്കരിച്ചിട്ട് തല ഊരിയിട്ട് കിട്ടുന്നില്ല. ഭയങ്കര മാഗ്നറ്റിക് പവർ ആദ്യമായിട്ട് അനുഭവപ്പെടുകയാണ്. ആ മാഗ്നറ്റിക് പവർ, അദ്ദേഹത്തിൻ്റെ ആ ഓറയ്ക്കുള്ള കഴിവ്. അദ്ദേഹം പറഞ്ഞു, വേഗം പൊക്കോളൂ, ഉടനെ ഇരുട്ടാവും, നാളെ രാവിലെ വന്നോളൂ എന്ന് പറഞ്ഞു. ഞങ്ങൾ പോന്നു. അപ്പോൾ പോകാൻ തന്നെ ഒരു കുട്ടിയുടെ സഹായമൊക്കെ ഉണ്ടായിരുന്നു. 4 വയസ്സ് 5 വയസ്സ് തോന്നിക്കുന്ന ഒരു കുട്ടി ഞങ്ങളവിടെ കൊണ്ടാക്കിയിട്ട് പിന്നീട് അപ്രത്യക്ഷമാവുക ചെയ്ത്, അതിനെ കണ്ടില്ല. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ചെന്നു. ഓരോരുത്തരും, ഞങ്ങൾ 4 പേരാണ് ചെന്നത്, ഓരോരുത്തരുടെ മുഖത്ത് നോക്കി അവരുടെ കാര്യങ്ങളൊക്കെ അങ്ങ് പറഞ്ഞു. അങ്ങനെ എല്ലാവർക്കും ഓരോ കാര്യങ്ങളുണ്ടായിരുന്നു. അതൊക്കെ പറഞ്ഞു. എൻ്റെ കൂടെ നോക്കിയപ്പോൾ എൻ്റെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ എനിക്ക് ബോധ്യമായത്.
ഒരു 30-38 കൊല്ലത്തെ എല്ലാ വിവരങ്ങളും ഞാൻ ഓർക്കുന്നേക്കാളും ഭംഗിയായിട്ട് അങ്ങോട്ട് പറഞ്ഞു. കുറേ ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിച്ചു, അതിൻ്റെ ഉത്തരങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ കണ്ണിൽ നോക്കുന്ന സമയത്ത് എന്തോ ഒരു വല്ലാത്തൊരു, അതായത് ചാന്തോക്യോപനിഷത്തിൽ ഘോരങ്കരസ് മഹർഷിയുടെ അടുത്ത് ശ്രീകൃഷ്ണ ഭഗവാൻ ഹയർ എഡ്യൂക്കേഷൻ ഉപരിപഠനത്തിന് പോയ സമയത്ത് അദ്ദേഹം എല്ലാം പഠിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം പോരുമ്പോൾ കൃഷ്ണനോട് പറയും, അല്ലയോ കൃഷ്ണ, അടിയൻ ഇത്രയും കാലം അങ്ങയെ പഠിപ്പിച്ച എല്ലാം കൂടി 3 വാക്യങ്ങളിൽ ഒതുക്കിത്തരാം, അത് മന്നം ചെയ്താൽ സർവശാസ്ത്ര സാരാവെന്ന് പറയും. ഒന്നാമത്തെ അക്ഷിതമസി എന്നാണ്, കണ്ണിൽക്കൂടെ നോക്കുന്നതാണ്. കണ്ണിൽക്കൂടെ നോക്കുന്നതിനാണ് ആത്മപ്രകാശം, ആത്മാവാണ് കണ്ണിൽക്കൂടി നോക്കുന്നത്. അപ്പോൾ ഈശ്വര ദർശനമാണ് കണ്ണിൽക്കൂടി എന്ന് പറയുന്നത്. പക്ഷെ അതിനിട്ട് കാർമേഘം മൂടിക്കഴിഞ്ഞാൽ സൂര്യൻ്റെ പ്രകാശം നേരിട്ട് കാണില്ല എന്നുള്ളത് പോലെ രാഗദ്വേഷ കാമക്രാതാദികളാണ് ഇപ്പോൾ നമ്മളെ കണ്ണിനിട്ട് മൂടിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈശ്വരപ്രസാദം വരാത്തത്. അതുകൊണ്ട് ആരെങ്കിലും നമസ്കരിച്ചാൽ തൽക്കാല അഹങ്കാരം ഒന്ന് മാറി നിൽക്കും, അല്ലെങ്കിൽ വലിയ വല്ല സേവനം ചെയ്യുമ്പോൾ തൽക്കാല അഹങ്കാരം മാറി നിൽക്കും. ആ സമയത്ത് കണ്ണുകൂടി നോക്കിയാൽ ഈശ്വര ദർശനമാണ്. അതിൽ പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ വൈകല്യങ്ങളും മാറിക്കിട്ടുന്നതാണ്. നാട്ടുമ്പുറത്തെ ആണെങ്കിൽ സോക്കടായാലും ആദ്യം ഒരു ചരണ്ടായി കെട്ടും, പിന്നെയും മാറിയില്ലെങ്കിൽ വൈദ്യരെ കൊണ്ട് മാറിയില്ലെങ്കിൽ ആശുപത്രി കൊണ്ടുപോകും. എന്നിട്ട് മാറിയില്ലെങ്കിൽ ഒരു തെണ്ടിപ്പട്ടിക്ക് വയറ് നിറയെ കഞ്ഞി കൊടുത്താൽ മതി എന്ന് പറയും. ആ കഞ്ഞി കുടിച്ചൊക്കെ വയറ് നിറഞ്ഞതിന് ശേഷം ഒരു നോട്ടം നോക്കുക നന്ദിയോടുകൂടി. അപ്പോൾ അഹങ്കാരം ഇല്ലാത്ത നോട്ടാണ്. അതിൽ പെട്ടാൽ സോക്കട് മാറും എന്ന് പറയും. അതാണ് ആത്മദൃഷ്ടി എന്ന് പറയും, ഇതിൻ്റെ ദൃഷ്ടി. അപ്പോൾ ആ കണ്ണിൽ പെട്ട് കഴിഞ്ഞാൽ രക്ഷപ്പെടുന്നു. അപ്പോൾ നമ്മുടെ ഉത്തരവാദിത്തങ്ങളൊക്കെ എപ്പോഴാണോ തീരുന്നത് ആ സമയത്ത് തീർക്കാൻ നോക്കണം. കാരണം ഒരു ഉത്തരവാദിത്തം തീർന്ന് കൂട്ടനെ വേറൊരു ഉത്തരവാദിത്തം ഏറ്റെടുക്കരുത്. അവനാൻ്റെ ഉത്തരവാദിത്തം ഏതാണ്, പ്രാരബ്ധം ഒടുങ്ങിക്കഴിഞ്ഞാൽ മതി. സ്വന്തം കുട്ടി കല്യാണം കഴിഞ്ഞ് പോയപ്പോഴാണ് വേറെ അമ്മാവൻ്റെ മോളെ കൊണ്ടുവന്ന് ഇവിടെ താമസിപ്പിച്ചാൽ പിന്നെ അതേമാതിരി ബേജാറാവണം. അവൾ വൈകി വന്നാൽ സ്കൂളിൽ പോയി വരാൻ വൈകിക്കഴിഞ്ഞാൽ ബേജാറ്, ഹാർട്ടിന് കുഴപ്പം, അങ്ങനെയൊക്കെ വരും. അപ്പോൾ അവനാൻ്റെ ഉത്തരവാദിത്തം തീർന്ന വേറൊരാളുടെ ഉത്തരവാദിത്തം നമ്മൾ ഏൽക്കരുതെന്നാണ്. അപ്പോൾ ഓരോരുത്തർക്കും ജന്മന ചില പ്രാരബ്ധങ്ങളുണ്ടാവും. അതിന് വേണ്ടത്ര സമയം ദൈവം തന്നിട്ടുണ്ട്. പക്ഷേ ആ പ്രാരബ്ധം ഒടുങ്ങാനല്ലാതെ നമ്മൾ ആരാൻ്റെ ധർമ്മത്തിൽ ഇടപെട്ടിട്ട് കാലം മുഴുവൻ കഴിക്കുകയും ചെയ്യും. അവസാനം നമ്മുടെ ഉത്തരവാദിത്തം എന്താണെന്ന് തിരിച്ചറിയുമ്പോഴേക്കും സമയം കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നെ രണ്ടാമത് ജന്മം എടുക്കണം. അതുപോലെയാണ്. അപ്പോൾ അതുകൊണ്ട് ഉത്തരവാദിത്തം തീരുന്ന എവിടെയെന്ന് അറിയണം. ഉത്തരവാദിത്തം അവനവൻ്റെ പ്രാരബ്ധം തീരുന്ന എപ്പോഴെന്ന് അറിയണമെങ്കിൽ മഹാത്മാക്കളെയുള്ള സത്സംഗം വിടാതിരിക്കണം. എന്നാലാണ് തേജസ്, ബുദ്ധിയുടെ തേജസ് ഇങ്ങനെ അടങ്ങിയിരിക്കുക. ഏതാണ് എൻ്റേത്, ഏതാ എൻ്റേതല്ലാത്തത്, സ്വധർമ്മം ഏതാണ്, പരധർമ്മം ഏതാണ് തിരിച്ചറിയാൻ കഴിയുന്നതാണ് മഹാത്മാക്കളെയുള്ള സംസർഗം ഉണ്ടെങ്കിൽ. അല്ലെങ്കിൽ വെറുതെ വയസ്സ് കാലത്തൊക്കെ കാണാൻ 100 ഏക്കർ സ്ഥലം വാങ്ങാൻ വേണ്ടി ലോൺ എടുക്കാൻ പോകുന്നു. വയസ്സായി ഉണ്ടാവും, എന്നിട്ട് ഓൾറെഡി കുറച്ച് ലോൺ ഉണ്ടാവും അടവ് തീരാത്ത. അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ കാണാറുണ്ട്. അങ്ങനെ അപ്പോൾ മഹാത്മാക്കളായിട്ടുള്ള സംസർഗമാണ് അവസാനമായിട്ട് ആവുക. ഇതിനുള്ള കഥകൾ, ഓരോ കഥകളും നോക്കുകയെന്ന് വെച്ചാൽ അതെല്ലാം ഹൈലൈറ്റ് ചെയ്യുന്നതാണ്. കാരണമായിട്ട് ഈ ജയവിജയന്മാർക്ക് മഹാവിഷ്ണുവിൻ്റെ പാറാവുകാരാണല്ലോ, അവർക്കൊരു തോന്നൽ നമുക്ക് ഈ ആൾക്കാരൊക്കെ ഈ വിഷ്ണുവിനെ കാണാൻ വരുമ്പോഴുള്ള ഭാവം അല്ലല്ലോ, പോണ സമയത്ത് പരമാനന്ദം എന്തോ അനുഭവിച്ച മാതിരിയാണല്ലോ. അതെന്താണെന്നൊന്ന് അറിയേണ്ടിയിരുന്നു നമുക്ക്. അങ്ങനെ വിഷ്ണു തത്വം അറിഞ്ഞിട്ടാണ്. ഇപ്പോൾ തിരിച്ചു പോകുന്നവരോട് എന്താ ഇങ്ങനെ ആനന്ദം തോന്നാൻ കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ വിഷ്ണു തത്വം അറിഞ്ഞിട്ട് പോവുകയാണെന്ന് പറയാം. ഇപ്പോൾ വിഷ്ണു തത്വം അതെന്താണെന്ന് അറിയണമെന്ന് ഒരാഗ്രഹം അവരുടെ ഉള്ളിൽ, അത് മഹാവിഷ്ണുവിന് ബോധ്യാവുകയും ചെയ്തു. വിഷ്ണു തത്വം അറിയണമെന്ന് എൻ്റെ അംഗരക്ഷകന്മാർക്ക് പിന്നെ ആഗ്രഹം ഉണ്ടെങ്കിൽ അത് കഴിയുന്നത്ര വേഗം സാധിച്ചു കൊടുക്കേണ്ട എൻ്റെ കർത്തവ്യമാണെന്ന് മഹാവിഷ്ണുവിന് തോന്നി. പക്ഷേ നോക്കുമ്പോൾ എന്താണ്, അവരുടെ ഉള്ളിൽ 6 വാസന ഉറങ്ങിക്കിടക്കുകയാണ്. വൈകുണ്ഠത്തിലിരിക്കുന്ന കാലം വരെ അത് ഉണരില്ല, ഉറങ്ങിക്കിടക്കുകയും ചെയ്യും. അത് ഉറങ്ങിക്കിടക്കുന്ന കാലം വരെ ഇവർക്ക് വിഷ്ണുത്വം അറിയാനും പറ്റില്ല. എന്തൊക്കെയാണ്? പേരുള്ള മോഹം, പണത്തിലുള്ള മോഹം, തിന്നാനും ഉറങ്ങാനുള്ള മോഹം, രാഗദ്വേഷങ്ങളുടെ മോഹം, വീടിനോടുള്ള മമത, ശരീരത്തോടുള്ള മമത, ഇങ്ങനെ 6 മമതകളാണ് ഉറങ്ങിക്കിടക്കുന്നത്. അപ്പോൾ അത് വേഗം അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ എന്തിന് മാർഗം? അപ്പോൾ അനുഭവിച്ച് തീർക്കുക തന്നെ വേണം. ഇതൊക്കെ അനുഭവിച്ച് തീർത്താൽ തന്നെ അവർക്ക് തീരുള്ളൂ. അതിനുവേണ്ടി ഒരു നാടകം കളിക്കാൻ തീരുമാനിച്ചു. സനകുമാരന്മാർ നിത്യതൃപ്തരായിട്ടുള്ള, അവർക്ക് എവിടെയും പോകണമെന്നില്ല, ഒരാഗ്രഹം ഇല്ലാത്തവരാണ്. പക്ഷെ അവരുടെ ഉള്ളിൽ മഹാവിഷ്ണു ഒരു ആഗ്രഹം ഉണ്ടാക്കി, നമുക്ക് വിഷ്ണുവിനൊന്ന് കാണാൻ പോയാലോ എന്നൊരാഗ്രഹം. അതായിക്കോട്ടെ എന്ന് പറഞ്ഞ് 4 പേരും കൂടെ വരികയാണ്. വരുന്ന സമയത്ത് പാറാവുകാരുടെ ഉള്ളിൽ കർക്കശമായിട്ട് പെരുമാറാനുള്ള ഒരു ഭാവം മഹാവിഷ്ണുവിനെ ഉണ്ടാക്കി. അവർ വന്ന സമയത്ത് ഇപ്പോൾ പോകാൻ പറ്റില്ല, യോഗനിദ്രയിലാണ്. ഉണർന്നതിന് ശേഷം സമ്മതം ചോദിച്ചിട്ട് അകത്ത് കയറ്റാൻ പോകും. അപ്പോൾ അവർ പറഞ്ഞു, ഉറങ്ങുന്നത് ശരീരം മനസ്സ് മാത്രമാണ്, ആത്മാവ് ഒന്നും ഉറക്കമില്ല, ഞങ്ങൾ ആത്മസ്വരൂപികളാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് എപ്പോഴും പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ വേദാന്തം പറഞ്ഞാൽ പറ്റില്ല, സമ്മതം ചോദിച്ചിട്ട് അതുവരെ അവിടെ ഇരിക്കാൻ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങളോട് അറിവില്ലാത്തതുകൊണ്ടല്ലേ ഞങ്ങൾ പറഞ്ഞു തന്നതാണ്, അതുകൊണ്ട് അറിഞ്ഞ് ചെയ്യേണ്ട ഒരു ഡ്യൂട്ടി. നിങ്ങളിപ്പോൾ ഒരു ജോലി ചെയ്യുന്നു, ആ ജോലി അറിഞ്ഞ് ചെയ്താലല്ലേ അതിനെക്കൊണ്ട് നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ അറിയാതെ ഈ ജോലി ചെയ്യുന്നു, അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞു തരുന്നത്. നിങ്ങൾ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, ഞങ്ങൾക്ക് വേണ്ട അറിവൊക്കെ ഇവിടുന്ന് കിട്ടാനുണ്ട്.
അങ്ങനെ ആകെ വിഷമായി. അവസാനം ഇവർ പറഞ്ഞു, നിങ്ങൾ ഇവിടെ വെറുതെ സമയം പാഴാക്കുകയാണ്, അതുകൊണ്ട് നിങ്ങളിപ്പോൾ ഇരിക്കേണ്ട സ്ഥലത്തല്ല, നിങ്ങൾ ഏത് സ്ഥലത്താണോ ഇരിക്കേണ്ട ആ സ്ഥലത്ത് പോയി ജനിക്കട്ടെ എന്ന് പറഞ്ഞ് ശപിച്ചു. അവർ രാക്ഷസന്മാരായിട്ട് അസുര ലോകത്തിൽ നിന്ന് ജനിക്കട്ടെ എന്ന് പറഞ്ഞു. അത് കേട്ട സമയത്ത് ഇവർ രണ്ടുപേരും കരയാൻ തുടങ്ങി. അയ്യോ ഞങ്ങളെ ശപിച്ചു, ഞങ്ങൾ ഇനി എന്താ ചെയ്യുന്നു. മഹാവിഷ്ണു ഓടി വന്നു. അപ്പോൾ ഞാനല്ലേ കാരണം, ഞാൻ ഉറങ്ങുകൊണ്ടല്ലേ ഇപ്പോൾ ഇതൊക്കെ സംഭവിച്ചത്, ഞാൻ ഉണർന്ന് ആദരിക്കേണ്ടതായുള്ള മഹാത്മാക്കൾ വരുമ്പോൾ ഞാൻ ഉറങ്ങിപ്പോയതല്ലേ, കാരണം സാരല്ല, അവർ ശപിച്ചാൽ പിന്നെ അത് സാധിക്കുക, അത് അനുഭവിക്കുക തന്നെ വേണം, അതിന് രക്ഷയൊന്നുമില്ല. അതുകൊണ്ട് ഞാനൊരു അനുഗ്രഹം തരാം, എപ്പോഴാണ് നിങ്ങൾ എന്ന് ജനിക്കുമ്പോൾ ഒക്കെ ഞാൻ തിരിച്ചു കൊണ്ടുവരാൻ ഞാൻ തന്നെ വരാം എന്ന് പറഞ്ഞു. അപ്പം എങ്ങനെയാണ് വേണ്ടതെന്നുള്ള വിദ്വേഷഭക്തിയാണെങ്കിൽ വേഗം വരാമെന്ന് പറഞ്ഞു. എങ്ങനെയായാലും ഞങ്ങൾക്ക് വേഗം വരിക വേണ്ടതെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ആദ്യത്തെ ജന്മം രണ്ടുപേരും ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവായിട്ട്. ഹിരണ്യാക്ഷൻ എന്ന് പറഞ്ഞാൽ പണമോഹം, ഹിരണ്യകശിപു എന്ന് പറഞ്ഞാൽ പേരുള്ള മോഹം. അതിനെ പണമോഹം വരാഹാവതാരം കൊണ്ടും മറ്റത് നരസിംഹാവതാരം കൊണ്ടും ഇല്ലാതാക്കി. അതായത് തൂണിലും തുരുമ്പിലും എല്ലാ സ്ഥലത്തും ഒരേ ശക്തി ഒരേ അളവിലാണെന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ എനിക്കൊരു വിശേഷം ഉണ്ടെന്നുള്ള ആ തോന്നൽ മരിച്ചു പോകുമല്ലോ. അതങ്ങനെ. പിന്നെ പണമോഹം എന്ന് പറഞ്ഞാൽ ഇടവും വില നോക്കാൻ കഴിയാത്തതാണ് ഈ പന്നി എന്ന് പറഞ്ഞാൽ, അതായത് താരതമ്യം കമ്പാരിറ്റീവ് മൈൻഡ് എന്ന് പറഞ്ഞു. അപ്പോൾ കമ്പാരിറ്റീവ് മൈൻഡിനെ അങ്ങോട്ട് നോക്കുമ്പോഴാണ് അതുപോലെ ആവണം, ഇങ്ങോട്ട് നോക്കുമ്പോൾ ഇതുപോലെ ആവണം എന്നുള്ള തോന്നൽ വരിക. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാതെ ഞാൻ എൻ്റെ ധർമ്മം എന്താണെന്നുള്ളത് മാത്രം നോക്കിയാൽ മതി, എൻ്റെ വരുമാനം എന്താണ് ആ വരുമാനം എൻ്റെ ധർമ്മത്തിന് ധാരാളം മതി, അങ്ങനെ നോക്കി പോവാം. അപ്പോൾ അങ്ങനെയുള്ള ആ കമ്പാരിറ്റീവ് മൈൻഡിനെ കൊന്നു കഴിഞ്ഞാൽ പണമോഹം പോകുന്നതാണ്. രാഗദ്വേഷം, പിന്നെ ഉറങ്ങാനും ഉണ്ണാനുള്ള ആഗ്രഹം, ഇത് രണ്ടിനും രാമാവതാരമാണ്. രാമാവതാരം എന്ന് പറഞ്ഞാൽ ധർമ്മബോധം. ധർമ്മബോധം ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉറക്കമില്ല, ഊണുമില്ല, പിന്നെ രാഗദ്വേഷങ്ങളും ഉണ്ടാവില്ല. പരീക്ഷയുടെ അടുത്ത് കഴിഞ്ഞാൽ കുട്ടികൾക്ക് പായസം വേണ്ട, ആഹാരം വേണ്ട, അവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ഉറങ്ങുമില്ല. അപ്പോൾ അതാണ് ധർമ്മബോധം വന്നാൽ. അപ്പോൾ ധർമ്മബോധം കൊണ്ടാണ് ഈ രണ്ടിനെ നശിപ്പിക്കുന്നതാണ് ശ്രീരാമാവതാരം ആണ്. പിന്നെ വീടിനോടുള്ള മമതയും ശരീരത്തിനോടുള്ള മമതയും, ഇത് രണ്ടും ശ്രീകൃഷ്ണ ഭഗവാനാണ് വന്നിട്ട് കൊല്ലുന്നത്. ശിശുപാലൻ, ദന്തവക്തൻ, രണ്ടുപേര്. അപ്പോൾ ശിശുപാലൻ എന്ന് പറഞ്ഞാൽ വീട്, ധാരേഷണം, പുത്രേഷണം, അർത്ഥേഷണം എന്ന് പറയുന്നത്. പിന്നെ ദന്തവക്തൻ എന്ന് പറഞ്ഞാൽ ശരീരം. എല്ലാ ധർമ്മം കഴിഞ്ഞാലും പലതും കായകൽപ്പ സേവി അതും ഇതൊക്കെ ആയിട്ട് ശരീരത്തെ നിലനിർത്തണം എന്നങ്ങനെ തോന്നുക. അപ്പോൾ ഈ രണ്ടിനെയും ഇല്ലായ്മ ചെയ്യുന്നത് ശ്രീകൃഷ്ണ അവതാരമാണ്. അതായത് താഴ്ന്ന ധർമ്മം പൂർണ്ണമായി കഴിഞ്ഞാൽ അതിനെ ലംഘിച്ച് ഉന്നത ധർമ്മത്തിലേക്ക് പ്രവേശിക്കാം. അതാണ് കൃഷ്ണൻ്റെ ഇത് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ഈ 3 ജന്മങ്ങളിലും ഈ 6 വാസന അറ്റ് രണ്ടാമത് എത്തി. അവിടെ എത്തിയ സമയത്ത്, വൈകുണ്ഠത്തിലെത്തിയ സമയത്ത്, തിരിച്ചെത്തിയ സമയത്ത് എന്താണ് അനന്തശയന കണ്ടതെന്നാണ്. അനന്തമായുള്ളൊരു മഹാശക്തി ശയിക്കുന്നതാണ് ഈ ബ്രഹ്മാണ്ടം മുഴുവനും എന്ന ബോധോദയം ഉണ്ടായി അവർക്കെന്നാണ്. അതോടുകൂടി വിഷ്ണുതത്വം അവർക്ക് മനസ്സിലായി എന്നാണ്. വിഷ്ണുതത്വം എന്ന് പറഞ്ഞാൽ വിശദീ അന്തര്യാമിയുള്ള അജ്ഞാനികളൊക്കെ മുന്നോട്ട് വരിക എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ടെന്ന് പറയാറുണ്ട്. അജ്ഞാനി എന്ന് എന്ന് പറഞ്ഞാൽ വിഷ്ണു, വിശദി അന്തരാത്മാവാണ് ഞാൻ എന്നറിഞ്ഞവരൊക്കെ മുന്നോട്ട് വരിക എന്നാണ്. അജ്ഞാനികൾ മുന്നോട്ട് വരിക എന്നുള്ളതിൻ്റെ അർത്ഥം. അതുപോലെ അദ്വൈതം എന്ന് നമ്മൾ പറയുമല്ലോ, അദ്വൈതത്തിലൊരു ദ്വൈതമുണ്ട്, ഉണ്ട്. അതിൻ്റെ അർത്ഥവും ദ്വൈതത്തിൻ്റെ അർത്ഥം അറിയുമ്പോഴാണ് ദ്വൈതത്തിൻ്റെ ശരിയായുള്ള അർത്ഥം എന്താണെന്ന് നമുക്ക് ബോധ്യമാവാനാണ്. അപ്പം അങ്ങനെ ഓരോ കഥകളും ഈ ശരീരം മനസ്സുമല്ല ആത്മാവാണെന്നുള്ള അവസ്ഥയിലേക്കാണ് നമ്മളിപ്പോൾ എത്ര കൊല്ലങ്ങളായി ഒക്കെ കേൾക്കുന്നു. ഇതാണ് അവസാനം ഒരു മഹാത്മാവിൻ്റെ കണ്ണിലേക്ക് നോക്കാനും ശബ്ദത്തിൽ കൂടി അത് ശ്രവണം ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടാകുമ്പോൾ നമ്മളെ അന്തരാത്മാവ് ഉണരും. അധികാലം കഴിയുന്നതിൻ്റെ മുമ്പ് തന്നെ പ്രപഞ്ചത്തിലെ ഒന്നും തന്നെ നമ്മളെ രസിപ്പിക്കാൻ വേണ്ടി മാത്രമാണ്, ഉപദ്രവിക്കാനൊന്നുമല്ല. ഇപ്പോൾ കാഴ്ചമംഗളായാലും സിംഹത്തിൻ്റെ ഈ ജട ഒന്ന് തടവണം വിചാരിച്ചു കഴിഞ്ഞാൽ കയ്യാണ്ട് കടിച്ചെടുക്കും അതോടുകൂടി. അതുപോലെ കരടിയെ കാണിക്കാൻ ഒരു കുട്ടിയെ മതിലിൻ്റെ മേലെ നിർത്തി കൊടുത്തു അമ്മ. അതിനെ തിരുവനന്തപുരം കാഴ്ചമംഗളാവിൽ അതിനെ കരടി കടിച്ചു കൊന്നു. അപ്പം ഇങ്ങനെ നമ്മൾ തന്നെ കുറ്റങ്ങളെ കൊണ്ടാണ് നമുക്ക് ഈ ജീവിതം ദുസ്സഹായി മാറുന്നത്. അല്ലെങ്കിൽ ഇതൊക്കെ രസിക്കാനുള്ള അവസ്ഥ മാത്രമേ ഉള്ളൂ ഇവിടെയൊക്കെ എന്നാണ്. പഥ്യങ്ങൾ, ശരീരത്തിലെ പഥ്യം, മനസ്സിലെ പഥ്യങ്ങൾ ആചരിക്കുക. പിന്നെ ശരീരത്തിൽ 5 നിയമങ്ങൾ പറയുന്നുണ്ട് ഗീതയിൽ, മനസ്സിൽ 5 നിയമങ്ങൾ, പിന്നെ വാക്കിൽ 5 നിയമങ്ങൾ. അനുദ്വേഗകരം വാക്യം, സത്യം പ്രീതം ചെയ്യൽ, സ്വാധ്യായ അഭ്യസനം ചെയ്യുക, വാങ്മയം തപവിച്ചത്. അങ്ങനെ കേൾക്കുന്നവർ ശോഭിക്കാത്ത വാക്ക്, സത്യമായ വാക്ക്, പ്രിയങ്കരമായ വാക്ക്, പിന്നെ സ്വാധ്യായം ചെയ്ത വാക്കുകൾ, അറിയുന്ന 2 പേർക്കും മനസ്സിലാകുന്ന ഭാഷകൾ. പിന്നെ വനപ്രസാദം, സൗമ്യത്വം, മൗനം, ആത്മവിനിഗ്രഹ, ഭാവസംശുദ്ധി, തീയതൽ. ഇങ്ങനെ 5 മനസ്സിൽ. അതായത് സന്തോഷം ഉള്ളതിൽ സംതൃപ്തരായിട്ടിരിക്കുക എന്നുള്ളതാണ് തുടങ്ങിയിട്ട്. മൗനം, ആത്മവിനിഗ്രഹ, ഭാവസംശുദ്ധി, ഇതൊക്കെയാണ്. പിന്നെ ശരീരത്തിലാണെങ്കിൽ
ദേവദ്വിജ ഗുരുപ്രാജ്ഞ പൂജനം, ശൗചം, ആർജവം, ബ്രഹ്മചര്യം, അഹിംസാച ശരീരം തപവിച്ചത് എന്നാണ്. അപ്പോൾ അതിലിപ്പോൾ ശരീരത്തിൽ 5 പറയുന്നുണ്ടല്ലോ. ദേവൻ, ദ്വിജൻ, ഗുരുപ്രാജ്ഞ. ദേവൻ എന്ന് പറഞ്ഞാൽ ദേവനം വിനോദമായിട്ടെല്ലാം എടുക്കണം എന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ ആ ഉള്ളിലുള്ള വാസന, നമ്മളെ ഉള്ളിൽ കഴിവുണ്ട്, ആ കഴിവിനെ ഉണർത്തണമെങ്കിൽ അങ്ങനെയുള്ള ഒരാളായിട്ട് വരിക്കണം നിർത്താൻ. പൂജ, അവിടെ പൂജിക്കണം. പൂജിക്കാൻ പൂ എന്ന് പറഞ്ഞാൽ അന്തര്യാമി, ജാ എന്ന് പറഞ്ഞാൽ കവറിങ്. അതായത് അവരെ ഉള്ളിലുള്ള ശരിയായിട്ടുള്ള ആ ബോധം, ആ ഭാവം നമ്മളെ അനുഗ്രഹിക്കണമെങ്കിൽ അതിൻ്റെ കവറിങ് എടുത്ത് മാറ്റണം. കവറിങ് അഹങ്കാരം കൊണ്ടാണ്. അപ്പം അഹങ്കാരത്തെ ഇല്ലായ്മ ചെയ്യാൻ എന്തെങ്കിലും ചെയ്താൽ മതി. എന്നാൽ അവരുടെ ഉള്ളിലുള്ള ആ കഴിവ് നമ്മളെ ഉണർത്താൻ പര്യാപ്തമായി വെളിപ്പെടുന്നതാണ്. അങ്ങനെ ദേവൻ. ദ്വിജൻ എന്ന് പറഞ്ഞാൽ ജന്മ നമ്മൾ ദുഃഖിതരാണ്, പക്ഷേ സുഖസ്വരൂപിയാണെന്നുള്ള അറിവ് ഉണ്ടാകും. അപ്പോൾ സുഖസ്വരൂപമായി നടക്കുന്ന ഒരാളെ നമ്മൾ പൂജിച്ചാൽ മതി, അവരെ ആദരിച്ചാൽ മതി. ആ കഴിവ് നമ്മളുടെ ഉള്ളിൽ വേഗം ഉണരാൻ സഹായകരാകുന്നതാണ്. ഗുരു എന്ന് പറഞ്ഞാൽ ഒളിഞ്ഞു കിടക്കുന്നതൊക്കെ വെളിപ്പെടുത്താനുള്ള കഴിവാണ്. അതും അങ്ങനെയുള്ള ഗുരുക്കന്മാരെ കാണുന്ന സമയത്ത് ആ കഴിവ് നമ്മളുടെ ഉള്ളിൽ ഉണരും. പ്രജ്ഞ തെളിഞ്ഞതായ ആളുകളെ ആയിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ പ്രജ്ഞ തെളിയാനും അത് കാരണമായി തീരുന്നതാണ്. ദേവദ്വിജ ഗുരുപ്രാജ്ഞ പൂജനം. രണ്ടാമത് ശൗചം എന്ന് പറഞ്ഞാൽ കലർപ്പില്ലാത്തതെന്നർത്ഥം. ആകെ ഒരൊറ്റ ബോധം മാത്രമേ ഉള്ളൂ ഈ ലോകത്ത്. ആ ബോധത്തിലെ അനന്ത കണികകളായിട്ട്, ബോധകണികകളായിട്ട് പ്രതിപാദിക്കുന്നതാണ് ഈ പ്രപഞ്ചം മുഴുവൻ. അപ്പോൾ രണ്ടാമതൊന്നില്ല, അത് മാത്രമേ ഉള്ളൂ, ഒരു ബോധം മാത്രമേ ഉള്ളൂ. കലരാൻ മറ്റൊന്നില്ല എന്നുള്ള ബോധമാണ് ഈ ശൗചം എന്ന് പറയുന്നത്. ശൗചം. സന്തോഷം എന്ന് പറഞ്ഞാൽ കണ്ടൻമെൻറ്റ്. എന്താണോ അവനവന് ദൈവഹിതമായിട്ട് വന്നു ചേർത്ത് അതിൽ പരിപൂർണ്ണ സംതൃപ്തരായിട്ടിരിക്കുക. ദേവദ്വിജ ഗുരുപ്രാജ്ഞ പൂജനം. ശൗചം, ആർജവം. ആർജവം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ട്രെയിറ്റ് ഫോർവേഡ് ആർജവം. ചിന്തിക്കുന്നതന്നെ പറയുന്നതന്നെ ചെയ്യുക എന്നുള്ള ആർജവം. സ്ട്രെയിറ്റ് ഫോർവേഡ് എന്ന് പറയുന്നത് ആർജവം. ദേവദ്വിജ ഗുരുപ്രാജ്ഞ പൂജനം, ശൗചം, ആർജവം, അഹിംസ. അഹിംസ എന്ന് പറഞ്ഞാൽ ഇടപെടാതിരിക്കുക. ഓരോ ജീവന്മാരും അവരവരുടെ കർമ്മഗതി അനുഭവിച്ച് തീർക്കാൻ വേണ്ടി ഓരോ ഡയറക്ഷനിൽ ജീവിക്കുകയാണ്. അതിൽ വേറൊരാൾക്ക് ഇടപെടാൻ അവകാശമില്ലാത്ത, അതിൽ ധർമ്മബോധം, അതിൽ ഉത്തരവാദിത്തമുള്ളവർ മാത്രമേ അതിൽ ഇടപെടാൻ പാടുള്ളൂ. അല്ലാത്തവർ പോയി ഇടപെടരുത്. ഇടപെടുക എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഇടയിൽ ചെന്ന് പെടുക എന്നാണ്, പെടാതിരിക്കുക വേണ്ടതെന്നുള്ളതാണ്. അപ്പം ഇങ്ങനെയൊക്കെ ഓരോ തത്വങ്ങൾ പറഞ്ഞിട്ട് നമ്മളെ മഹാത്മാക്കൾ ഈ ശരീരം മനസ്സ് അവസ്ഥയിൽ നിന്ന് ആത്മബോധം ഉണർത്തി തരാൻ ശ്രമിക്കുകയാണ്. ഒരു ചെറിയൊരിത് മതി. അല്പനേരം ഒരുവൻ്റെ മനസ്സ് ശില്പ്രഭേദയിൽ ലയിക്കലവൻ കുപ്പയോട് സമമായി ഭവിക്കും ഇപ്രപഞ്ച സുഖമൻ പരമേശി എന്നാണ്. അത് ചെറിയൊരു വെളിപാട് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ മോഹങ്ങളും പറ്റുപോകും. അപ്പോൾ അർജുനന് അവസാനം അതാണ് ഉണ്ടായത്. അർജുനൻ ആദ്യം പറഞ്ഞു, എനിക്ക് യുദ്ധം ചെയ്യാനാവില്ല. വേർമധ്യേ സേനകളുടെ നടുക്ക് കൊണ്ടുപോയി നിർത്തിയ സമയത്ത് 2 തിരിച്ചറിവാണ് ഉണ്ടായത്. ഒന്ന്, ബന്ധുക്കളാന്ന് വിചാരിച്ചവർക്ക് ശത്രുപക്ഷത്താണ്, ശത്രുക്കളാന്ന് വിചാരിച്ച് നോക്കിയവരൊക്കെ ബന്ധുക്കളുമാണ്. അപ്പോൾ ഈ തിരിച്ചറിവുണ്ടായതോടുകൂടി എനിക്കിനി പറ്റില്ല എന്ന്. അപ്പോൾ ഒബ്ജക്റ്റീവ് കൺഫ്യൂഷൻ, സബ്ജക്റ്റീവ് ടെൻഷൻ ഉണ്ടായി. അതോടുകൂടി കർമ്മശേഷി നഷ്ടപ്പെട്ടു. ഭഗവാൻ പറഞ്ഞു, നിനക്ക് അറിയേണ്ടത് അറിഞ്ഞിട്ടില്ല, നിൻ്റെ സ്വന്തം തീരുമാനമാണ് ഇപ്പോൾ നിനക്കുള്ളത്. ആ തീരുമാനം കൊണ്ട് നിനക്ക് കർമ്മശേഷി നഷ്ടപ്പെടുക ചെയ്യുന്നത്. അതുകൊണ്ട് വേണ്ടത് എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒബ്ജക്റ്റീവ് കൺഫ്യൂഷൻ മാറും, സബ്ജക്റ്റീവ് ടെൻഷൻ മാറും എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. പറഞ്ഞു കൊടുത്ത് 18 അധ്യായം കഴിഞ്ഞപ്പോൾ അർജുനൻ പറഞ്ഞു, എനിക്കൊരു വസ്തു നഷ്ടപ്പെട്ടു, മറ്റൊന്ന് കിട്ടുകയും ചെയ്തു. നഷ്ടമോഹ അമ്പരപ്പ് മാറിക്കിട്ടി. സ്മൃതി ലബ്ധ, എനിക്ക് അറിയേണ്ടത് എന്താണെന്നുള്ളത് എൻ്റെ ഓർമ്മ തിരിച്ചു കിട്ടി. ഞാൻ ആരാണ്, എന്തിനാ അവിടെ വന്നത്, ഇതൊക്കെ എനിക്ക് ബുദ്ധിയായി. കരിഷ്യ വചനം എന്താവുക, നീ പറഞ്ഞതെല്ലാം ഞാൻ എന്താ ചെയ്യാൻ തയ്യാറായിരിക്കുന്നു എന്ന് പറയാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു ഇൻഫർമേഷനാണ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെ ഈ കൺഫ്യൂഷനും മാറും, ടെൻഷനും മാറും എന്നാണ്. അപ്പോൾ അതിന് നമ്മൾ മഹാത്മാക്കളുടെ അടുത്ത് ചെന്നാൽ അവർ ഏതാനും ചെറിയ വാചകങ്ങളെ കൊണ്ട്, ചെറിയ സൂചനകളെ കൊണ്ട് അത് നമുക്ക് മാറ്റിത്തരുന്നതാണ്. ഒഴിവിലൊടുക്കം എന്നുള്ള പുസ്തകമൊക്കെ ചെറിയൊരു പുസ്തകമാണ്. അത് വായിച്ചു കഴിഞ്ഞാൽ ഒരു 10,000 പുസ്തകങ്ങൾ വായിച്ചാൽ ഉള്ള അതേമാതിരി ഒരു മഹാത്മാവ് നമ്മളോട് നേരിട്ട് സംസാരിക്കുന്ന മാതിരി തോന്നും ഒഴിവിലൊടുക്കം എന്ന് പറഞ്ഞ പുസ്തകമൊക്കെ. അപ്പോൾ അതുപോലെയാണ് മഹാത്മാക്കളെ ദർശിക്കാനും അവരുടെ അടുത്തിരിക്കാനും അവരുടെ കണ്ണിലേക്ക് നോക്കാനും അവരുടെ ശബ്ദം കേൾക്കാനും ഒക്കെ നമുക്ക് ഭാഗ്യം ഉണ്ടാവട്ടെ. എന്നിട്ട് കഴിയുന്നത്ര നമ്മളെല്ലാം ഒറ്റപ്പെടാൻ പോവുകയാണ്. ആസ്പത്രിയിൽ ഇരിക്കുന്ന സമയത്ത് വലിയ സന്യാസി വര്യന്മാർ വന്ന് കിടക്കാറുണ്ട്, പാതിരിയച്ഛന്മാർ, ബിഷപ്പുമാർ കിടക്കാറുണ്ട്, അതുപോലെ വലിയ മൗലവിമാരൊക്കെ കിടക്കാറുണ്ട്. അവരുടെ അടുത്തൊക്കെ ഞാൻ വൈകുന്നേരം സമ്മതിച്ചെല്ലും. ഡോക്ടറാവുകൊണ്ട് അവരുടെ രോഗവിവരങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി എനിക്ക് വലിയ സൗകര്യമാണ് അവിടെ. അപ്പോൾ അവർക്ക് വലിയ സന്തോഷമാണ്. ഞാൻ ചെല്ലുന്ന നോക്കി ഇങ്ങനെ ഇരിക്കും. അതൊക്കെ കഴിയുമ്പോൾ ഞാൻ അവരോട് ചോദിക്കും, ഇപ്പം എങ്ങനെയുണ്ട്, നിങ്ങൾ വലിയ ബിഷപ്പൊക്കെ ആണല്ലോ, കർത്താവായ യേശുവിൽ അടിയറച്ച് വിശ്വാസങ്ങളാണ്, അതുകൊണ്ട് മരണാനന്തരം സ്വർഗസ്ഥനായ പിതാവിൻ്റെ കൂടെ നിത്യശാന്തി അനുഭവിക്കുകയല്ലേ നിങ്ങൾക്ക്, അതിന് ഒരു കാര്യം ഉറപ്പാണല്ലോ. അവർ പറയാം, മോനെ നമ്മൾ ധരിച്ചത് എന്തോ,
വാസ്തവം എന്തോ ആർക്കറിയാം അവസാന കാലത്ത്. പിന്നെ മുസ്ലിം പണ്ഡിതന്മാരോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ ഏതായാലും ലേറ്റസ്റ്റ് മതത്തിലെ പിന്നെ വിശ്വാസിയാണല്ലോ, മരിക്കല്ലേ കൊണ്ട് മരിച്ചാൽ ഉടനെ സ്വർഗ്ഗമാണല്ലോ, നിങ്ങൾക്ക് യാതൊരു സംശയമില്ലാത്തതല്ലേ. അവർ പറയുന്നതാണ്, നമ്മൾ ധരിച്ചത് എന്തൊക്കെയോ, അള്ളാഹു താല വിചാരിച്ചത് എന്തൊക്കെയോ, ഖുറാനിൽ എഴുതി വെച്ചത് എന്തൊക്കെയോ ആർക്കറിയാം. ഒരു അവസാനം ഈ ജ്ഞാനശാസ്ത്രമൊന്നും സഹായിക്കാത്ത മാതിരിയാണ്. അതുപോലെ ക്രിസ്ത്യൻ പാതിരച്ചന്മാരോട് പിന്നെ നമ്മളെ സന്യാസി വര്യന്മാർ പലവരും എന്താ വെച്ചാൽ വേദാന്തം പഠിച്ചുകൊണ്ട് അവർക്ക് ഈ കാര്യത്തിൽ ഞാൻ ശരീരം മനസ്സും അല്ല എന്നുള്ള ഒരുറപ്പ് അവർക്ക് വന്നിട്ടുള്ള പല കാര്യങ്ങളുണ്ടായിരുന്നു. വലിയ വലിയ സ്വാമിമാരൊക്കെ അവിടെ ദുർസാമശാസ്ത്രികൾ അവിടെ കിടന്നുണ്ട്. നടരാജഗുരുവിൻ്റെ കൂടെ ഞാൻ 9 ദിവസം ആസ്പത്രിയിലുണ്ടായിരുന്നു. അപ്പോൾ ഒക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ അവർക്കൊക്കെ ഉപദേശിക്കാനുള്ള അവസാനത്തെ ഇതാണ്, നിങ്ങൾ വെറുതെ സമയം കളയരുത്. മഹാത്മാക്കളുടെ അടുത്ത് എന്നിട്ട് കേൾക്കേണ്ടത് കേൾക്കുക, കാണേണ്ടത് കാണുക, എന്നിട്ട് ആ വഴിക്ക് നിങ്ങളെ ഒന്ന് ശരിയാക്കാൻ അല്പം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി എന്നാണ്. കാരണം ഉള്ളിൽ നമ്മളെ ആത്മസ്വരൂപം വെളിപ്പെടുത്തി തരാനുള്ള സകല സംവിധാനം നമ്മൾ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. നമ്മൾ മിണ്ടാതെ ഒറ്റയ്ക്ക് എവിടെയെങ്കിലും ഒന്ന് പോയിരുന്നാൽ മതി. ഏകാന്തതയിൽ ഒറ്റയ്ക്ക് ഇരുന്നാൽ നമ്മളെ അനാഥ ശബ്ദങ്ങൾ കേൾക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ബാഹ്യലോകത്തുള്ള നമ്മുടെ എല്ലാ വാശി അങ്ങ് തീരും. ഇത് നമ്മളെ ശരീരത്തിൻ്റെ പ്രകൃതിയൊക്കെ മാറി നമ്മളെ ആസനമൊക്കെ നേരെയായി തീർന്നു. പിന്നെ നമുക്ക് സുഖമാണ്. മരങ്ങളൊക്കെ ഉള്ള സ്ഥലത്താണെന്ന് വെച്ചാൽ എനർജി ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. ഇപ്പോൾ സൈലൻറ്റ് വാലിയിൽ കുട്ടികൾ വരാറുണ്ട്. അവർ പാക്കറ്റ് പൊതിയൊക്കെ കൊണ്ടാണ് വരിക. അവരോട് പാക്കറ്റൊക്കെ അവിടെ വെച്ചോളൂ, ആഹാരം പോകുന്ന വഴിക്ക് തരാമെന്ന് പറയും. അങ്ങനെ കുട്ടികൾ നടന്നു 3:30 മണി 4 മണിക്കൊക്കെ തിരിച്ചു വരാം. ആഹാരം കഴിച്ചു മറന്നു എന്ന് പറഞ്ഞു. എനർജി, ഭയങ്കര എനർജി. ആഹാരം വേണ്ട, ദാഹമില്ല, വിശപ്പൊന്നുമില്ല ഈ സൈലൻറ്റ് വാലി കൂടെ നടക്കുമ്പോൾ. കാരണം എനർജി ഇങ്ങനെ ബമ്പിയാണ് ഈ സസ്യങ്ങളിൽ. അപ്പോൾ മരങ്ങളൊക്കെ ഉള്ള സസ്യങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലത്ത് ഏകാന്തയിൽ ഇരിക്കുകയാണെങ്കിൽ നമുക്കൊന്നും വേണ്ട, നമ്മൾ ഇതൊക്കെ വെളിപ്പെടുത്തി തരാനുള്ള എല്ലാ സൗകര്യവും അകത്തുണ്ട് എന്നാണ്. ഹിമാലയത്തിൽ ചില ഗുഹയിലുള്ള സന്യാസിമാരെ, ഞാൻ 19 കൊല്ലമായി ഇപ്പോൾ ഹിമാലയത്തിൽ പോകുന്നു. അപ്പോൾ ഗുഹയിലിരിക്കുന്ന സ്വാമിമാരെ കാണാറുണ്ട്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ചെന്ന അതേ സീറ്റിൽ അങ്ങനെ ഇരിക്കേണ്ട 1 കൊല്ലം കഴിഞ്ഞിട്ടാണ് നമ്മൾ ചെല്ലുന്നത്. കാരണം അവർ കാലവും ദേശവും അഹന്തി മമതയ്ക്ക് അതീതമായിട്ടുള്ള ഒരു അവസ്ഥയിലെ പ്രണവ സ്വരൂപികളാണ്. അതുകൊണ്ട് അവർക്ക് മടിയില്ല, ഒരു മുഷിപ്പുമില്ല, ഒരു വസ്തുവില്ല, അങ്ങനെ തന്നെ ഇരിക്കുന്നതാണ്. അങ്ങനെ കാണാം. ഉച്ചയ്ക്ക് മാത്രം കുറച്ച് കൽക്കണ്ടം ഈ ഗംഗാജലം മാത്രം കഴിക്കുന്ന ആൾക്കാരെയാണ് ഞാൻ കാണാറുള്ളത്. പിന്നെ മേലുണ്ട് ആഹാരമൊന്നും കഴിക്കാത്ത ആൾക്കാർ, അങ്ങോട്ട് നമുക്ക് കയറി പോകാൻ കഴിയില്ല. അവരുടെ ശരീരത്തിൻ്റെ ഫിസിയോളജി ഒക്കെ തന്നെ അതിൻ്റേതായിട്ടുള്ളൊരു ശാസ്ത്രമുണ്ട്. വെള്ളം തൊലിയിൽ കൂടി കിട്ടും, അവർക്ക് വെള്ളം തൊലിയിൽ കൂടി കിട്ടും. ആഹാരമാണെന്ന് വെച്ചാൽ ആഹാരം കഴിക്കാത്തതുകൊണ്ട് ശരീരത്തിലെ പ്രോട്ടീൻ ഡിസിൻറ്റിഗ്രേറ്റ് പോവില്ല. പിന്നെ സോളാർ എനർജി നമുക്ക് ആഹാരത്തിൽ കൂടി 25% കിട്ടുമ്പോൾ അവർക്ക് 100% നേരിട്ട് പ്രാണായാമവസ്ഥയിലേക്ക് ആഗിരണം ചെയ്യപ്പെടുക. അതുകൊണ്ട് അവർക്ക് യാതൊരു വിഷമമില്ല, നമുക്ക് കൂടി ഇതും കിട്ടുന്നുണ്ട്. അപ്പം എല്ലാവർക്കും വേണ്ടമായിരുന്നു ശരീരമൊക്കെ നല്ല ശുദ്ധമായിട്ട് ഇരിക്കുകയാണ്. അങ്ങനെയുള്ള ആൾക്കാർ മേലുണ്ട്. ഇതൊക്കെ നമുക്ക് കഴിയുന്നതാണ്. പക്ഷെ നമ്മൾ ഈ ടർമോയിൽ കിടന്നിട്ട് ഈ ബഹളത്തിൽ കിടന്നിട്ട് എന്തൊക്കെയോ ഭ്രാന്ത് കളിക്കൊണ്ട് കഴിയാത്തതെന്ന് പറയും. അതുകൊണ്ട് അല്പസമയം നമ്മുടെ ഡ്യൂട്ടി തീർന്നിട്ട് കുറച്ച് സമയം ഒഴിവ് വേണം നമുക്ക്.